നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ ടിവി UP എന്ന ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ സഭകളിലെ ആന്റി ക്രൈസ്റ്റ് രാജവാഴ്ച എന്നുള്ള ആ ഒരു ടോപ്പിക്കിന്റെ തുടർച്ചയായിട്ട് തന്നെ വീണ്ടും ജനനത്തെ അട്ടിമറിക്കുന്ന എതിർ ക്രിസ്തു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പാസ്റ്റർ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ദൈവമക്കളെ, നമുക്ക് ഒരു വാക്ക് ദിവസത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തീശു മുഖാന്തരം ഞങ്ങളെ സൃഷ്ടിക്കുകയും നഷ്ടപ്പെട്ട് ഞങ്ങളെ ക്രിസ്തീശുവിലൂടെ തിരികെ എടുക്കുകയും ക്രിസ്തു സൂക്ഷിച്ച് ക്രിസ്തു അവനെ തലയോളം വളർത്തി അങ്ങയുടെ മാറണയ്ക്കുകയും ചെയ്യുന്ന വലിയ സ്നേഹത്തിനായി നന്ദിയോട് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മീക യാത്രയിൽ ഞങ്ങൾ തെറ്റിപ്പോകാതെ ഞങ്ങളെ കാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശത്തെ, ഇതിന്റെ പ്രക്ഷേപണത്തെ ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മക്കളാണെന്ന് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് എന്റെ ഒരു ചിന്തയുമായി കൂട്ടിക്കലരാതെ അങ്ങയുടെ ചിന്തകളെ അതേപോലെ തന്നെ ജനത്തിനുള്ളിൽ എത്തുവാനുള്ള ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ, അങ്ങ് സംസാരിക്കണമേ, 100 പേര് തന്നെ ഫലം കൊയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ മൂടിയാട്ടെ. ഞാൻ ഞങ്ങളുടെ സ്വയത്തിലല്ല, അങ്ങയുടെ ആത്മാവിന്റെ തേജസ്സിൽ, അങ്ങയുടെ അഭിഷേകത്തിന്റെ തേജസ് നിലകൊണ്ട് ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു സമ്പൂർണമായി, പ്രത്യേകിച്ച് ഈ ബ്രോഡ്കാസ്റ്റ് എത്തേണ്ട അടുത്ത് എത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നവർ അങ്ങിലെത്തുവാൻ അങ്ങോട്ട് ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയൊക്കെ അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ കടന്നു വരുന്ന എല്ലാവരുടെയും എല്ലാ ആത്മീക, മാനസിക, ശാരീരിക, സാമൂഹിക ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ കരം കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശ്വാസത്താലും അവരെ ആശ്വസിപ്പിച്ചാട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള വന്ദനം. ഈ ശബ്ദത്തിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ജീവജനമേ, ഗോസ്പൽ ടിവി UP എന്ന ചാനലിലൂടെ നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ, സൗണ്ട് കയറി വരും. ഈ ചാനലിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വാത്സല്യ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം പല മുഖാന്തരങ്ങളെ ഉപയോഗിക്കുന്നു. അതിലൊരു മുഖാന്തരങ്ങളായി വാത്സല്യ മക്കളെ ഉപയോഗിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ ബൈബിളിലെ സന്ദേശത്തിന്റെ ആകെ തുക ഇതാണ്: നമ്മളോടുകൂടെ ജീവിപ്പാൻ കാത്തിരിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ആ അപ്പന്റെ അടുക്കിലേക്കുള്ള നമ്മളുടെ ഇൻവിറ്റേഷൻ ആണ് സുവിശേഷ ഇൻവിറ്റേഷൻ. അപ്പന്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി അപ്പന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏക രക്ഷയും വഴിയും ഒക്കെയാണ് ദൈവപുത്രനായ ക്രിസ്തു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പൊ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ എങ്ങോട്ടൊക്കെയാ വിളിച്ചിരിക്കണേ? സ്വർഗത്തിൽ. ദൈവം ജീവിക്കുന്ന എവിടെയാ? സ്വർഗത്തിൽ. മനുഷ്യൻ ജീവിക്കുന്ന എവിടെയാ? ഭൂമിയിൽ. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങോട്ടൊക്കെയാ വിളിച്ചിരിക്കണേ? സ്വർഗത്തിലേക്കാ വിളിച്ചിരിക്കണേ. അപ്പോ ഈ ഒരു മനസ്സെപ്പോഴും ഉണ്ടാകണം. ലോകം അതിന്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. പക്ഷെ എൻ്റെ വിളി, അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ ഉറപ്പാക്കിയാൽ എനിക്ക് നിത്യം നിലകൊള്ളുവാനായിട്ട് കഴിയും. ഇപ്പൊ വാത്സല്യ മക്കളെ, നിങ്ങൾ ആരായാലും, കത്തോലിക്കരായാലും, പെന്തക്കോസ്തുകാരനായാലും, CSIക്കാരനായാലും, ബ്രദറൻകാരനായാലും, ബാപ്റ്റിസ്റ്റുകാരനായാലും, ഇതാ നിങ്ങൾ പല ഏത് വിശ്വാസത്തിലായാലും ദൈവം നിങ്ങളെ സ്നേഹിക്കും. ഈ ഒരു കാര്യം തിരിച്ചറിയുക. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ജനിച്ചു വന്നപ്പോൾ ചുറ്റും കണ്ട ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് തർക്കിക്കാതെ ഈ ഇരുണ്ട
ലോകത്തുള്ള ആകെയുള്ള പ്രകാശം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളാണ്. ആ വചനങ്ങളെ പ്രാർത്ഥനയോടെ, ദൈവമേ അങ്ങ് ആഗ്രഹിച്ച ആ സന്ദേശം എന്റെ ഹൃദയത്തിൽ വീഴണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, താഴ്മയോടെ നാം വായിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോകാതെ നാം ക്രിസ്തുവാന തലയോളം വളർന്ന് സ്വർഗീയ പിതാവിന്റെ മാറിൽ അണയുവാനായിട്ട് അടയാകും. തെറ്റിച്ച് കളയുന്ന പിശാചും അവന്റെ ആളുകളും ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് നല്ലൊരു സമൂഹം, നല്ലൊരു കൂട്ടം ക്രിസ്ത്യാനികളും തെറ്റിക്കിടക്കുകയാണ്. അപ്പോ നമ്മളെ നേർവഴിക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്. എല്ലാം പരോപരമുള്ളവരെ പോലെ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് മാത്രം സ്വീകരിക്കാൻ ഓർപ്പിക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ദയവ് ഇത് എന്നെ വിശ്വസിക്കരുത്, പകരം നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിലെ വചനങ്ങൾ വിശ്വസിക്കുക. കുറച്ചൊക്കെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും വിശുദ്ധ ബൈബിളിലെ വചനമാണ് സത്യം. ഓക്കെ. എന്നാൽ നിങ്ങൾ യേശു കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനിച്ചിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ അക്ഷരങ്ങളായ വചനങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ വചനത്തിന്റെ സോഴ്സിൽ നിന്ന് തന്നെ, ദൈവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വചനം സ്വീകരിക്കാൻ പറ്റും. ഇതാണ് പൗലോസ് അപ്പോസ്തലനൊക്കെ സ്വീകരിച്ച് വളർന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഈ പറയുന്ന വചനം ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അപ്പോ കയ്യിലെ വിശുദ്ധ ബൈബിൾ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ നമുക്ക് ഇത് പ്രാപിക്കാൻ കഴിയും. യേശുക്രിസ്തുവിന് അത് വെളിപ്പെടുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് പോയാൽ വളരെ അനുഗ്രഹമായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ സഭകളിലെ രാജവാഴ്ചയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നാം മനസ്സിലാക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ സന്ദേശം തുടർച്ചയാണ്, വീണ്ടും ജനനത്തെ അട്ടിമറിക്കുന്ന എതിർ ക്രിസ്തു അല്ലെങ്കിൽ പൈശാചിക സംവിധാനം. വീണ്ടും ജനനത്തെ അട്ടിമറിച്ച് കളയും. അപ്പൊ വീണ്ടും ജനനത്തെ അട്ടിമറിച്ച് കളഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും ജനനത്തെ അട്ടിമറിച്ച് കളഞ്ഞാൽ അവസാനം ക്രിസ്തു ആ ക്രിസ്തീയ ഗ്രൂപ്പുകളോട് ക്രിസ്തു പറയും, വ്യക്തികളോട് ക്രിസ്തു പറയും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. വീണ്ടും ജനനത്തെ അട്ടിമറിക്കുക, അതൊരു വഞ്ചനയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 22-23 ഭാഗങ്ങളില് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ദേവദാസന്മാരോട് ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഐ നെവർ ന്യൂ യു. ശരിക്കും വീണ്ടും ജനത്തെ അട്ടിമറിക്കുന്ന ഒരു സംവിധാനമാണത്, വഞ്ചനയാണത്. അതിന് 22-23 വായിക്കാൻ സിസ്റ്റർ, ന്യായവിധി സമയത്ത് യേശുക്രിസ്തു പറയുന്നത് ദേവദാസന്മാരോട്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ ആരോടാ കർത്താവ് പറയുന്നേ? അഭിഷിക്തന്മാരോടാ ഈ പറയുന്നേ, പ്രവാചകന്മാരോടാണ് ഈ പറയുന്നത്, കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്നവരോടാണ് ഈ പറയുന്നത്. ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചതി എത്രമാത്രം വലുതാന്ന് നോക്കിയേ. അതായത് ഇന്ന് ഈ ഓടി നടക്കുന്ന ദൈവദാസന്മാരോട് ഇങ്ങനെയാണ് കർത്താവ് പറയാൻ പോകുന്നതെങ്കിൽ ഭയങ്കര ചതിയല്ലേ? പക്ഷെ ഇവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ചെയ്ത പ്രവൃത്തികൾ ഇന്നതാണെന്നൊക്കെ. പക്ഷെ യേശു തിരിച്ചു പറയുകയാണ്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം, ക്രിസ്തു അറിയുന്നത് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെ ജനിപ്പിച്ച മക്കളെയാണ്. ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്ന തലമാണ്. ഇതില്ലാതെ വീണ്ടും ജനനത്തെ അട്ടിമറിച്ച് കളയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം വീണ്ടും ജനനം ബൈ ഫെയ്ത്ത് ആണ്, വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട സമൂഹത്തോട് യേശുക്രിസ്തു അവരെ വീണ്ടും മറ്റൊരു സന്ദേശം വന്ന് തെറ്റിച്ച് കളയാണ്. അതായത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഗലാത്യ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ ഇത് തന്നെയാണ് ഈ പറയുന്നത്, നിങ്ങളെ ശുദ്ധരം ചെയ്ത് മയക്കിയത് ആരാണ്?
യേശു ക്രിസ്തു ക്രൂശിച്ചവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടി നീ ശുദ്ധം ചെയ്ത് മയക്കിയത് ആരാണ്? അതായത് ഒരു കൂട്ടം യഹൂദന്മാരും എന്ന് പറയുന്ന കാര്യം ഫെയ്ത്ത് മാത്രം പോരാ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളും കൂടി ഉണ്ടെങ്കിലേ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഇത് ആക്ച്വലി ഇത് വർക്ക് ഫിക്സ് അല്ല, ഇത് ഫെയ്ത്ത് ഫിക്സ് ആണ്. കഴിഞ്ഞ സന്ദേശം കേൾക്കാത്തവർ അത് പോയി കേൾക്കണം കേട്ടോ. ഇത് മൂന്നാമത്തെയാണ് ഈ പരമ്പരയില്. അപ്പോ ഇത് വീട്ടിൽ ജനനം ബൈ ഫെയ്ത്ത് ആണ്, വിശ്വാസത്താലാണ്, അല്ലാണ്ട് വർക്കല്ല. പക്ഷെ യഹൂദന്മാരിൽ ഒരു കൂട്ടര് വന്നിട്ട് പറയാണ്, അല്ല ന്യായപ്രമാണം കൂടി അനുസരിച്ചാലേ പരിച്ഛേദനവും വേണോ, ഇങ്ങനെ മറ്റു പല പല സിസ്റ്റംസ് ഉണ്ട് ന്യായപ്രമാണത്തിൽ, 600 പരം നിയമങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പലതും നമ്മൾ കൊണ്ടുവന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ പൗലോസ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് അവസാനിക്കുന്ന ബുദ്ധിശൂന്യരെ എന്ന് പറയുന്ന രംഗമുണ്ട്. എന്നിട്ട് അതിന്റെ ഗലാത്യർ 4:19 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരോട് പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദന അനുഭവിക്കും. ഒരു ദൈവദാസന്റെ വേദനയാണ്. ഇങ്ങനെ ദൈവദാസന്മാരുണ്ടോ ഈ കാലത്ത്? എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണത്തിന് വേണ്ടിയോ അവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ അവരെ ചാക്കിടാനോ വേണ്ടിയല്ല, അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകാൻ. അതായത് നമ്മളെ പ്രഗ്നൻസി ഇത് പഠിക്കുമ്പോ മനസ്സിലാകുന്ന ഒരു കാര്യം, ആദ്യത്തെ സെല്ല് എങ്ങനെയോ അതേപോലെ ആയിരിക്കും അടുത്ത സെല്ലുകൾ വരുന്നത്. ആദ്യത്തെ സെല്ലുകൾ കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് ഏത് ജീവിയാണെങ്കിലും, ഇപ്പൊ നമുക്ക് മനുഷ്യനെ എടുക്കാം. ഒരു വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനും സ്ത്രീയും കൂടി സ്നേഹം പങ്കിടുമ്പോൾ ദൈവം പുരുഷന്റെ ഉള്ളിൽ നിക്ഷേപിച്ച പുരുഷ ബീജം, അത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുകയും സ്ത്രീയുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള അണ്ഡവുമായി ചേരുകയും അത് ഒരു സൈഗോട്ടായി ഫോം ചെയ്യും. സൈഗോട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് സെല്ലാണ്. ഫസ്റ്റ് സെൽ ഒരു മനുഷ്യൻ രൂപപ്പെടുന്ന ആദ്യത്തെ സെല്ല. തുടർന്ന് ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്താണ് ആ ഭ്രൂണം വളരുന്നത്. തുടർന്നാണ് തലയും ഹൃദയവും മറ്റ് അവയവങ്ങളും ഒക്കെ കൈയും കാലൊക്കെ രൂപപ്പെട്ട് ഏകദേശം 9 ആഴ്ച 9 മാസം 9 ദിവസം കൊണ്ട് ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഫസ്റ്റ് സെല്ല് അതാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് രൂപപ്പെടുമ്പോ അതിൽ തെറ്റ് സംഭവിച്ചാൽ ബാക്കിയൊക്കെ തെറ്റിപ്പോകും. അതിൽ തെറ്റ് സംഭവിക്കരുത്. മറ്റൊരു ഭാഗത്ത് ബൈബിളിൽ ഇങ്ങനെ പറയുന്നതല്ലോ, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിന്നത്തേതൊക്കെ വിശുദ്ധമാണ്. പക്ഷെ ആദ്യം തെറ്റാണെങ്കിലോ എല്ലാം പോയി. അപ്പൊ ഇദ്ദേഹം പറയാണ്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. അപ്പോ നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ പ്രഗ്നൻസിയിൽ ആദ്യത്തെ സെല്ല്, ആ സൈഗോട്ട്, അത് ക്രൈസ്റ്റ് കയ്യിലാണ്. ഇത് തെറ്റിയാൽ, മക്കൾ ശ്രദ്ധിക്കണേ, ഇത് തെറ്റിയാൽ നാം ഒരു ഫേക്ക് പ്രഗ്നൻസിയിലായിരിക്കും. ഫേക്ക് പ്രഗ്നൻസി. ഈ സീഡോ പ്രഗ്നൻസീസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഈ നായ്ക്കളിൽ സംഭവിക്കുന്നത്. ഞാൻ എന്റെ കീഴിൽ കുറച്ച് നായ്ക്കളുണ്ട്, 4 നായ്ക്കളുണ്ട്. അപ്പോ അതില് ഒരിക്കലും ഒരു ബെൽജിയം മൽനോയ്സ് എന്ന് പറയുന്ന ഒരു നായ ഇപ്പോഴും എന്റെ കൂടെയുണ്ട്, എന്റെ ഫാമിലുണ്ട്. ആ ബെൽജിയം മൽനോയ്സ് എന്ന് പറയുന്ന ആ നായയെ, ഇത്ര കോസ്റ്റ്ലി നായാണത്, പോലീസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു നായാണ്. ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ചാടി കയറുന്നത്. അപ്പോ അതേപോലത്തെ ഒരു നായയെ ഞാൻ അതിനെ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി, അതിന്റെ ഹീറ്റ് പീരീഡിൽ അതിനെ ക്രോസ് ചെയ്യിക്കാനായിട്ട് ഞാൻ ആ ഇനത്തിൽപ്പെട്ട വേറൊരു നായുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഏകദേശം ഒരു 3-4-5 ദിവസം അവിടെയായിരുന്നു അതിന്റെ പാർപ്പ്.
അപ്പോ അതിന്റെ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫാമിലേക്ക് തിരികെ കൊണ്ടുപോകും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. അതിന്റെ ശരീരമൊക്കെ കുറച്ച് വലുതായി, അതിന്റെ നിപ്പിളൊക്കെ പുറത്തേക്ക് ചാടി, ഒരൽപ്പം മിൽക്കൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ അതിന്റെ ആ ക്രോസ് ചെയ്യിക്കാൻ പോയ ആ മാസ്റ്ററുടെ അടുത്ത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ന ഫുഡുകൾ കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ കോസ്റ്റ്ലി ഫുഡുകളാ, മരുന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ വാങ്ങി അതിന് കൊടുത്തു. അപ്പോൾ ഓരോ സമയം കഴിയുന്ന റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ അദ്ദേഹം കാര്യങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ ഒരു പീരീഡ് കഴിഞ്ഞാൽ പ്രസവ സമയമായി. അപ്പോ പ്രസവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി. നായ തറയിൽ മാന്തുകയും അപ്പൊ തന്നെ ഈ തുണിയും അതൊക്കെ കടിച്ചുകൊണ്ട് വരികയും, അതായത് തന്റെ കുഞ്ഞിനെ കാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഞങ്ങൾ പ്രത്യേക റൂം തയ്യാറാക്കി അതിൻ്റെ ഉള്ളില് അറക്കപ്പൊടി, ചിന്തേര് പൊടി, ആ ചീളെല്ലാം കൊണ്ടുപോയിട്ട് ഞങ്ങൾ അതിനെ കുഞ്ഞിന് തണുക്കാതിരിക്കാനോ അതിന് ചാക്കും ഒക്കെ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി. പിന്നെ ഇൻ കേസ് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചില നായ്ക്ക് മിൽക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഞങ്ങൾ മിൽക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ മിൽക്കും ഒക്കെ എല്ലാം വാങ്ങി എല്ലാം റെഡിയാക്കി. എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ വീട്ടിൽ പോണതിന് പകരം അവിടെ ചില സഹോദരങ്ങൾ അവിടെ കിടന്നു, ഇൻ കേസ് രാത്രിയിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ. പക്ഷെ ആദ്യത്തെ രാത്രി നോക്കിയിട്ടും വന്നില്ല. അതിന്റെ പീരീഡ് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് 60 സംതിങ് എങ്ങാണ്ടാന്ന് തോന്നുന്നു, മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇത് പ്രസവിച്ചില്ല. രണ്ടാമത്തെ ദിവസം നോക്കി പ്രസവിച്ചില്ല. അപ്പൊ ഞങ്ങൾ ഈ ക്രോസ് ചെയ്യിച്ച മാസ്റ്റർ വിളിച്ചു. സാറേ ഇങ്ങനെ ഇത് പ്രഗ്നന്റ് ഇല്ല, ചിലപ്പോ ഒരു 3-4 ദിവസം അങ്ങോട്ട് നീളുവന്നേ, അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യം, നിങ്ങൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച നോക്കിയിട്ടും ഇത് പ്രസവിക്കുന്നില്ല. ഒരാഴ്ച നോക്കിയിട്ട് ഇത് പ്രസവിക്കുന്നില്ല. പക്ഷെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ഡോഗിന്റെ എല്ലാ ലക്ഷണവും ഇത് കാണിക്കുന്നു, ഇത് പ്രസവിക്കുന്നില്ല. ആ പീരീഡ് കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 1.5 കഴിഞ്ഞു. ഞാൻ ഓരോ പ്രാവശ്യവും ഈ ഡോഗ് മാസ്റ്റർ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാ, നിങ്ങൾ വെയിറ്റ് ചെയ്ത്, തീർച്ചയായും ഉണ്ട്, അത് ഷുവറാണ്, 100% ഷുവറാണ്, അത് പ്രഗ്നന്റ് ആണ്. വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച്, ഇതെന്താ സാറേ ഇത് ഇങ്ങനെ? അപ്പോഴാ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരു ഉണ്ട് ഫേക്ക് പ്രഗ്നൻസി, സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് എല്ലാ ഒറിജിനലിന്റെ ലക്ഷണങ്ങൾ കാണിക്കും, പക്ഷേ പ്രഗ്നന്റ് ആയ ലക്ഷണം കാണിക്കും. നിപ്പിളൊക്കെ പുറത്തേക്ക് തള്ളും, മിൽക്കൊക്കെ വരും, പക്ഷേ അതൊരു കള്ള പ്രഗ്നൻസിയാണ്. അങ്ങനെ ചിലത് വരാറുണ്ട്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ, പഠിക്കാൻ നോക്കിയപ്പോ മനസ്സിലായ കാര്യം, ഇത് ചില നായ്ക്കൾക്ക് ചില സമയത്തൊക്കെ വരും. ഇതൊരു ഹോർമോൺ ഇൻബാലൻസ് ആണ് അതിൻ്റെ ഉള്ളില്, ഹോർമോൺ ഇൻബാലൻസ്. അപ്പൊ അതിലൂടെയാണ് ഹീറ്റ് വന്ന് അപ്പോൾ തന്നെ ഒരു ഹോർമോൺ ഇൻബാലൻസ് വന്നിട്ട് ഇതൊരു പ്രഗ്നന്റ് ആയ എല്ലാ ലക്ഷണവും കാണിക്കും, പക്ഷെ പ്രഗ്നന്റ് അല്ല, റിയൽ പ്രഗ്നൻസി ഇല്ല അതില്. ഇതുവരെയും കുറച്ചാൾ കഴിഞ്ഞു, ഇന്നും ആ നായി പ്രസവിച്ചിട്ടില്ല. ഞാൻ അടുത്ത ഹീറ്റിന് വേണ്ടി കാത്തിരിക്കുക. അദ്ദേഹം പറഞ്ഞ അടുത്ത ഹീറ്റ് പോവാം, കാരണം വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ഇതിനെ, വലിയൊരു എമൗണ്ട് എന്റെ വേസ്റ്റ്. അദ്ദേഹം പറഞ്ഞ് സൗജന്യമായിട്ട് ചെയ്തത് അടുത്ത പ്രാവശ്യം ഹീറ്റ് ആകുമ്പോൾ കൊണ്ടുവന്നാൽ മതി. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പീഷ്യസിനും ഇതേപോലെയുള്ള സെറ്റപ്പുകൾ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ്, ഇന്നും നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരാ എന്റെ കുഞ്ഞുങ്ങളെ. കാരണം ആദ്യത്തെ സെല്ല് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഈ വീണ്ടും ജനനത്തെ അട്ടിമറിക്കുന്ന പിശാചിന്റെ സിസ്റ്റം. കാരണം നമ്മൾ ശ്രദ്ധിക്കുക, യേശു പറയാണ്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അറിഞ്ഞിട്ടില്ല, ഐ നെവർ ന്യൂ യു. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു? കൃപാവര ഓപ്പറേഷൻ നടന്നു,
പ്രവചന ഓപ്പറേഷൻ നടന്നു, എല്ലാം ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവസാനം ക്രിസ്തു പറയുകയാണ്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഐ നെവർ ന്യൂ യു. ഇതൊരു വഞ്ചനയാണ്. അതായത് വീണ്ടും ജനനത്തിലെ അട്ടിമറി, വഞ്ചന, സുവിശേഷം അട്ടിമറിക്കപ്പെടുകയാണ്. ഇതാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്. അതിന്റെ 6, 7, 8, 9 ഒക്കെ പറയാണ് ശപിക്കപ്പെട്ടവൻ പറയുന്ന സുവിശേഷം. ശപിക്കപ്പെട്ടവൻ പറയുന്ന സുവിശേഷം. ആ സുവിശേഷം കേട്ട് ചതിക്കപ്പെട്ടവരാണ് ഈ മക്കൾ. ഇവർ തിരിച്ചറിയുന്നില്ല. അതിന്റെ 6, 7 ഒന്ന് വായിച്ച സിസ്റ്ററെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങളെ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുന്നു, അട്ടിമറിച്ചു കളയുന്നു. കളയാ ഇങ്ങനെ കലക്കി കളഞ്ഞാൽ ക്രിസ്തു ഉരുവാകത്തില്ല. ഇതാ പറയുന്ന ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ഇതൊരു സ്പിരിച്വൽ ഫെർട്ടിലൈസേഷനാണ്, ആത്മീയ ഗർഭധാരണമാണ്. ക്രിസ്തു ഉരുവാകണ്ടേ? ക്രിസ്തു ഉരുവാകുന്നില്ല. കാരണം ഇത് വർക്ക് ഫിക്സ് അല്ല, ഇത് ഫെയ്ത്ത് ഫിക്സ് ആണ്. ഫെയ്ത്ത് ഫിക്സിലെ എലമെന്റ് എന്ന് പറയുന്നത് അൺപൊള്യൂട്ടഡ് വേർഡ് ഓഫ് ഗോഡ് ആണ്. മാലിന്യമില്ലാത്ത പാലായ ദൈവവചനം. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കുന്നത്. ദൈവവചനത്താൽ, കെടുന്ന ബീജത്താൽ അല്ല. അതായത് മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ ബീജവും കെടുന്നതാ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് ഫെയ്ത്ത് ഫിക്സ് ആണ്. ആ ഫിക്സ് കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ജനം നടക്കൂല. ഈ സ്യൂഡോ പ്രഗ്നൻസി പോലെ എല്ലാ ലക്ഷണവും കാണിക്കും. ഇവിടെ നമ്മളെ ദേവദാസന്മാരിൽ കണ്ടു, ഈവൻ കൃപാവരം വരെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. എല്ലാ പരിപാടിയും നടക്കും. പക്ഷെ അവസാനം ക്രിസ്തു പറയാണ്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. വഞ്ചനയാണ്, വഞ്ചന. എന്നിട്ട് താഴെ പറയാണ്, അതായത് അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളവാനിച്ചിരിക്കുന്നു. അട്ടിമറിക്കാൻ നന്നായി തുടങ്ങും, പക്ഷെ അവസാനിക്കുന്നില്ല, അട്ടിമറിച്ച് കളയും. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഹലോ, കേട്ടോ? അപ്പൊ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് എന്താ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, അല്ലേ? അതല്ല വിഷയം. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും സുവിശേഷം അറിയിച്ചാൽ അവന്റെയും ഗതി ഈ ഗതി തന്നെയാണ്. കർത്താവ് പറയുക, ഞാൻ ഒരു കാലം നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിൽ യേശു ക്രിസ്തു ആരാണ്? വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 17:3. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിൽ യേശു ക്രിസ്തു ആരാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ആരാണ്? അതിന് വിപരീതമായി ഒരുവൻ സുവിശേഷം അറിയിച്ചാൽ അവന്റെ ഗതി ഇത് തന്നെയാണ്. വായിച്ചാട്ടെ, യോഹൻ അപ്പോസ്തലപ്രവൃത്തി 17:3. ക്രിസ്തു കഷ്ടാനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. കിട്ടിയോ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ഈ യേശു തന്നെയാണ്. ആര്? ക്രിസ്തു എന്ന് അറിയിച്ചുകൊണ്ടിരുന്നേ. അതുകൊണ്ട് യേശു അച്ഛന്റെ മകനാണെന്നും അല്ല അറിയിച്ചത്, യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമാണെന്നും അല്ല അറിയിച്ചത്. ഈ യേശുവാണ് ദൈവപുത്രനായ ക്രിസ്തു. കറക്റ്റ് സന്ദേശം വരുന്നേ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ സന്ദേശം അല്ലാതെ ഒരുത്തൻ നിങ്ങളോട് പറയുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയാ അവന്റെ വീണ്ടും ജനനം ഉണ്ടല്ലോ വിശുദ്ധ ബൈബിൾ പ്രകാരമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് ആരാണ് ഈ പറയണേ? ദൈവത്തിന്റെ വചനം പറയാണ്, 2 യോഹന്നാൻ 1-ാം അധ്യായം 7-8 വാക്യം. 7-8 വാക്യം. 8-ാം വാക്യത്തിൽ പറയാൻ, ഞങ്ങളുടെ പ്രതിഫലം കളയരുത്.
ഞങ്ങളുടെ പ്രതിഫലം കളയരുത്. കാരണം അവസാനം ദേവദാസന്മാരോട് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ പിന്നെ അവരിലൂടെ ഉണ്ടായ വീണ്ടും ജനിച്ച മക്കളോട് എങ്ങനെയായിരിക്കും പറയാ? എത്രയായാലും ഞങ്ങളുടെ പ്രതിഫലം കളയരുതെന്ന് പറഞ്ഞിട്ട് പറയാണ്. എപ്പോഴാ പ്രതിഫലം പോകുന്നത്? എന്നെ 8-ാം വാക്യം വായിച്ചു, 1:8. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ശ്രദ്ധിക്കുക, എന്താണ് സംഭവം? അതിന്റെ 7-ാം വാക്യം പറയാണ്, ആന്റി ക്രൈസ്റ്റ്, ഇതിൽ ക്രിസ്തു വന്നൊരു സന്ദേശം അറിയിക്കും. ആ സന്ദേശം എന്താണ്? യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്തവ വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. മനസ്സിലായോ? ഈ യേശുവിനെ ക്രിസ്തു ജഡത്തിൽ വന്നവനാണെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ക്രിസ്തീയ സമൂഹത്തെ നോക്കിയേ. ഈ തച്ചന്റെ മകനായ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് സ്വീകരിക്കാത്ത സമൂഹമാണ് ക്രിസ്തീയ സമൂഹത്തിൽ കൂടുതലും. കുറച്ച് ക്രിസ്തീയ സമൂഹങ്ങളെ ഈ യേശുവിനെ ക്രിസ്തുവായി സ്വീകരിക്കുന്നുള്ളൂ. എന്റെ പൊന്നു മക്കളെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നെ വിശ്വസിക്കാതെ നിങ്ങളെ എങ്ങനെ വേദപുസ്തകം വിശ്വസിക്കേ? അവസാനം ക്രിസ്തു പറയും, നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ട് ഫേക്ക് സ്യൂഡോ പ്രഗ്നൻസി. ശ്രദ്ധിക്കുക, അത്യുന്നതനായ ദൈവം ജഡത്തിൽ വന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ ക്രിസ്ത്യാനികൾ, വേറൊരു കൂട്ടരെ ചിന്തിക്കുന്നത് ഈ യേശു എന്ന് പറഞ്ഞ തച്ചന്റെ മകനായ ഒരു മനുഷ്യനാണെന്ന് മാത്രം. ഇത് രണ്ടും അല്ല ചിന്തിക്കേണ്ട. ഈ തച്ചന്റെ മകനായ യേശു ആരാണ്? അനാദിയിൽ ദൈവത്തിന് ജനിച്ച ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇങ്ങനെ വിശ്വസിച്ചാലാണ് നമ്മൾ ജനിക്കുന്നത്. അല്ലെങ്കിൽ അത് വഞ്ചനയാണ്. ഈ സുവിശേഷം പ്രചരണത്തിന്റെ പ്രതിഫലം പോലെ ആ ദൈവം നഷ്ടമാകും. മാത്രമല്ല, ഇപ്പൊ കണ്ട അപകടം, യേശു പറയാണ്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു. ഹല്ലേലൂയ. അത് ക്രിസ്തു ഉരുവായിട്ടില്ല അതിന്റെ ഉള്ളില്. ഇത് ശ്രദ്ധിക്കുക, 1 യോഹന്നാൻ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? ഒരു വീണ്ടും ജനിക്കണമെങ്കിൽ യേശുവിനെ അച്ഛന്റെ മകനായി വിശ്വസിച്ച പോലെ യഹൂദന്മാരെ പോലെ, ഒരു കൂട്ടം യഹൂദന്മാരെ പോലെ വീണ്ടും ജനിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ അത്യുന്നതനായ ദൈവമായി വിശ്വസിച്ച പോലെ ഇന്ന് മേജർ ക്രിസ്തീയ ഗോളവും ചെയ്യുന്നത് പോലെ. പകരം വീണ്ടും ജനിക്കണോ? യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കണം. വായിച്ച് 5:1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആരാ ദൈവത്തിൽ ജനിക്കണേ? എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ആരാ ദൈവത്തിൽ ജനിക്കണേ? യേശുവിനെ ആരെന്ന് വിശ്വസിക്കണം? ക്രിസ്തു എന്ന് വിശ്വസിക്കണം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. മാറി വിശ്വസിച്ചാൽ ദൈവത്തിൽ ജനിക്കൂല. ദൈവത്തിന് കർത്താവ് ഒടുക്കത്തിൽ പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ആരാണ് ക്രിസ്തു? ആരാണ് ക്രിസ്തു? വിശുദ്ധ പത്രോസ് പറയുകയാണ് മത്തായി 16-ാം അധ്യായത്തിൽ, ഞാൻ ആരെന്നാണ് ലോകം പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായി വിശുദ്ധ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള, ചോദ്യം എന്താ? ആരാണ് ക്രിസ്തു അല്ലേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. കറക്റ്റ് ഉത്തരം. ഫിക്സിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ. എടുത്തൊന്ന് വായിച്ചേ. മത്തായി 16 ഭാഗം താഴെ കാണും. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. കേട്ടോ, നീ ജീവനുള്ള ദൈവത്തിന്റെ, അപ്പൊ ഒരേ ഒരു ദൈവത്തിന്റെ കാറ്റഗറിയാണ് ജീവനുള്ള ദൈവം. അതാണ് താൻ മാത്രം അമർത്യതയുള്ള യേശു ക്രിസ്തുവിന്റെ അപ്പൻ, സ്വർഗസ്ഥ പിതാവ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അല്ലാണ്ട് നീയല്ല ജീവനുള്ള അത്യുന്നതനായ ദൈവം. ആ അപ്പന്റെ മകനാണ് നീ. അതാണ് ക്രിസ്തു. ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. ഇത് മാറിപ്പോയ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഡിനോമിനേഷന്റെ സംഘടനയിൽ അതാണ് ശരി പോലെ ഫിറ്റ് ചെയ്യാം. പക്ഷെ വീട് ജനിക്കണ്ടേ?
യേശു അവസാനം നമ്മളോട് പറയുന്നത് ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന്. സീഡോ പ്രഗ്നൻസിയിലേക്ക് പോകരുത്. സീഡോ പ്രഗ്നൻസിക്ക് ഒറിജിനൽ പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണവും ഉണ്ടാവും. പക്ഷെ സംഭവം മാത്രം പ്രഗ്നന്റ് അല്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം. അപ്പൊ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതെല്ലാം ദൈവത്തെ അനുസരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അതല്ല വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പൊ മാറി വിശ്വസിച്ചോളണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടോളണം. മാറിയാണ് വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടോളണം. ഞാൻ നിങ്ങളുടെ സംഘടനയോ ഗ്രൂപ്പോ ഒന്നും അന്വേഷിക്കുന്നില്ല. ഒറ്റ കാര്യം ദൈവം അന്വേഷിക്കുന്നുള്ളൂ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഇങ്ങോട്ട് അയച്ചത് നിന്നെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാനാണ്. പകരം ക്രിസ്തു നമ്മളെ തള്ളിക്കളയാനല്ല. ഫെയ്ത്ത് ഗോസ്പൽ ഓടിക്കൊണ്ടേയിരിക്കുക ഇവിടെ. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിലെ വചനം വിശ്വസിക്കുക. എന്നിട്ട് ആ വിശ്വാസ അടിസ്ഥാനമിട്ട് പണിയുക. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ക്രിസ്തുവിനെയാണ് അന്ന് യഹൂദന്മാർ കാത്തിരുന്നത്. ക്രിസ്തുവിനെ. ഇതുകൊണ്ടാണ് അവർ വിസ്തരിച്ചപ്പോൾ യേശുവിനോട് ചോദിച്ചത്, തച്ചനായ യേശുവിനോട് ചോദിച്ചത്, മനുഷ്യനായ യേശുവിനോട് ചോദിച്ചത്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു ആണോ നീ? അപ്പൊ അവർക്ക് യഹൂദന്മാർക്ക് അറിയാം വന്ധ്യനായവന്റെ പുത്രന്റെ പേരെന്താ? ക്രിസ്തു. അവർക്കറിയാം. ഇന്ന് നമ്മളിലെ പല പണ്ഡിതന്മാർന്ന് നടിക്കുന്നവർക്കാണത് അറിയാൻ പാടില്ലാത്ത. അവര് ചോദിക്കുകയാണ്, ഏതൊരു യഹൂദന്മാരെക്കാൾ വചനജ്ഞാനം ഞാൻ ചിന്തിക്കുന്നില്ല നമ്മളുടെ സമൂഹത്തിനുണ്ടെന്ന്. അല്ലെങ്കിൽ അവൻ വീട്ടിൽ ജനിച്ച ദൈവത്തിന്റെ വചനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവനായിരിക്കണം. അപ്പോ നമ്മള് മാർക്കോസ് സുവിശേഷം വായിക്കുമ്പോ അതിന്റെ 14-ാം അധ്യായത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, അന്ന് യഹൂദന്മാരും ശമരിയക്കാരും ഒക്കെ ക്രിസ്തുവിനെ കാത്തിരിക്കുക. ഇന്നും ഒരു കൂട്ടം യഹൂദന്മാർ ഈ വന്നത് ക്രിസ്തു ആണെന്ന് വിശ്വസിക്കാതെ, ക്രിസ്തു ആണ് യേശുവായി വചനം ജഡമായി വന്നെന്ന് വിശ്വസിക്കാതിരിക്കുന്നവരാ. ആ മർക്കോസ് 14:61 വായിച്ച് യേശുക്രിസ്തുവിന്റെ ആ കോടതി പല കോടതികളിൽ മാറി വന്നപ്പോൾ വിസ്തരിച്ചപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം യേശു പറയുന്ന രംഗമാണ് 14:61. മാർക്കോസ് 14:61. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഞാനാകുന്നു. പക്ഷെ നമ്മൾ സമ്മതിക്കണ്ടേ? ഇതാ പ്രശ്നം. നമ്മൾ തെറ്റ് പഠിച്ചിട്ട് നമ്മളത് സമ്മതിക്കുന്നില്ല. ഇവിടെ ചോദിക്കുകയാണ്, യേശു മിണ്ടാതെ ഉത്തരം പറയാതിരുന്നപ്പോൾ മഹാപുരോഹിതൻ പിന്നെ അവനോട്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചു. അപ്പൊ ഈ ക്രിസ്തുവെ നമ്മൾ ആരെന്നാ വിശ്വസിക്കേണ്ടേ? യേശു ഉത്തരം പറയാ, ഞാനാകുന്നു. അതെ, ഞാൻ തന്നെ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു. ഞാനാകുന്നു എന്നവന്റെ പുത്രനായ ഞാനാകുന്നു ഈ നിൽക്കണേ. മനസ്സിലായില്ല അല്ലെ? ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സോഴ്സുകളെയും സോഴ്സായ ഞാൻ. അതാണ് അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവത്തിന്റെ റിസോഴ്സാണ് ഞാൻ ഈ നിൽക്കണേ. ഞാനാകുന്നു. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി. ഈ ക്രിസ്തുവെ ആരായി സ്വീകരിക്കണം? ക്രിസ്തുവെ നാം യേശുവെ ആരായി സ്വീകരിക്കണം? ഈ യേശു എന്ന തച്ചന്റെ മകനെ, മനുഷ്യപുത്രനെ ക്രിസ്തു എന്ന ദൈവപുത്രനായി സ്വീകരിക്കണം. യേശു എന്ന മനുഷ്യപുത്രന് ഇതാ ഈ 2000 വർഷമേ ഏകദേശം ആ പേരിൽ അറിയപ്പെടുന്നുള്ളൂ, മാംസമായി വന്നത്. എന്നാൽ ക്രിസ്തു അതിനു മുമ്പേ ഉണ്ട്, അനാദിയിലേ ഉണ്ട്. സർവ സൃഷ്ടിക്കും മുഖാന്തരമാണ് ക്രിസ്തു. അന്ന് ഈ ക്രിസ്തു യേശുവായി വന്നിട്ടില്ല. ക്രിസ്തുവിന്റെ വേറൊരു പേരാണ് വചനം. വചനം മാംസമായി വന്നിട്ടില്ല, ജഡമായി വന്നിട്ടില്ല. എപ്പോഴും ശ്രദ്ധിക്കണം. തെറ്റായി നാം വിശ്വസിച്ചാൽ നാം തെറ്റായി വിശ്വസിക്കും, തെറ്റായി കേട്ടാൽ തെറ്റായി വിശ്വസിക്കും, തെറ്റായി വിശ്വസിച്ചാൽ നമ്മുടെ ഫെയ്ത്ത് ഫിക്സ് തെറ്റാകും, റിസൾട്ട് വരില്ല. ഇത് വർക്ക് ഫിക്സ് അല്ല, ഫെയ്ത്ത് ഫിക്സാ. കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടില്ലേ? ഏകദേശം ഹിസ്റ്ററി പറയുന്നത് 1000 പ്രാവശ്യം തോമസ് ആൽവാ എഡിസന്റെ വർക്ക്ഷോപ്പിൽ ബൾബ് കണ്ടുപിടിച്ചപ്പോഴും പരാജയപ്പെട്ടു. 999 പ്രാവശ്യവും പരാജയപ്പെട്ടു. 1000ാമത്തെ പ്രാവശ്യം റെഡിയായെന്ന.
കാരണം ഈ 999 പ്രാവശ്യം അദ്ദേഹം പറയുന്നത് എന്റെ ഫിക്സിങ് കറക്റ്റ് അല്ലായിരുന്നു, അത് വർക്ക് ഫിക്സ് ആണ്. പക്ഷെ 1000ാമത്തെ പ്രാവശ്യത്തിൽ എന്റെ ഫിക്സിങ് കറക്റ്റ് ആയിരുന്നു. ഇതേപോലെ തന്നെ ഇത് വർക്ക് ഫിക്സ് അല്ല, ഇത് ഫെയ്ത്ത് ഫിക്സ് ആണ്, വിശ്വാസത്താലുള്ള വീണ്ടും ജനനമാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ ഈ ഷർട്ടിന്റെ ഉള്ളിലും ചുരിദാറിന്റെ ഉള്ളിലോ ഈ ശരീരത്തിൽ. അത് കഴിഞ്ഞാൽ ശരീരം വിട്ടുകൊടുക്കണം, ഒഴിഞ്ഞു മാറണം. ശരീരം ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കണം. തൽക്കാലത്തേക്ക് ലീസിനെടുത്തിരിക്കുന്ന പോലെ കുറച്ച് നാളത്തേക്ക് ലീസ് പൈസ ഒന്നും കൊടുക്കാതെ ദൈവം തന്നേക്കണം ഈ സാധനം. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വസിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു 11 മാസം കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കണ്ടേ? ഇതേപോലെ തന്നെ 60, 70 ഏറിയാൽ 80 കഴിഞ്ഞ് ഇത് ഒഴിഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ ഒഴിഞ്ഞു കൊടുക്കണം, അത്രയും നാളെ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇവിടുത്തെ സംഘടനയും ഗ്രൂപ്പും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. എന്റെ പൊന്നു മക്കളെ, അവനവന്റെ ഭാവി സ്ഥിരമാക്കാൻ നോക്കുക, അവനവന്റെ ഭാവി. ഇത് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ 2 സ്ഥലങ്ങളിൽ നമുക്ക് താമസിക്കാൻ. ഒന്ന്, സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തുവിൽ പുതിയ യെരൂശലേമിൽ ജീവിക്കാം. അല്ല എങ്കിൽ പിശാചോടുകൂടെ തീ പൊയ്കയിൽ നിത്യം യാതനയിൽ ജീവിക്കാം. 2 സ്ഥലമുള്ളൂ. രണ്ടാമത് പറഞ്ഞോടത്തേക്ക് ആരും പോകരുതെന്നാണ് ദൈവത്തിന്റെയും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെയും എന്റെ ഒക്കെ ആഗ്രഹം. ആരും പോകരുത്. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ വിശുദ്ധ ബൈബിളൊക്കെ ഈ അന്ത്യകാലത്തൊക്കെ തന്നിരിക്കുന്നത്, ഈ വചനത്തെ വിശ്വസിക്കാൻ, ക്രിസ്തു വിശ്വസിക്കാൻ. അപ്പൊ ഇവിടെ പറയാണ്, നീ വന്ധ്യനായ എന്റെ പുത്രനായ ക്രിസ്തുവോ. അപ്പൊ ഈ ക്രിസ്തു ആരെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ക്രിസ്തുവിന്റെ കൈൻഡ് ആകാൻ പോവുകയാണ്. സെയിം കൈൻഡ് ആകാനാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഇതാ പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. വേറെ ആരുമല്ല ഉരുവാകേണ്ടേ. ഇനി ആദമല്ല ഉരുവാകേണ്ടേ. ഇനി ഭൂമിയിലെ ഏതെങ്കിലും പ്രശസ്തരല്ല നമ്മൾ ഉരുവാകേണ്ടേ. ഒരു രാജാവിന്റെ സീഡല്ല വേണ്ടത്, ഒരു സുന്ദരനായ ഒരു പുരുഷന്റെ സീഡല്ല വേണ്ടത്. ക്രിസ്തുവിലൂടെ ദൈവം തരുന്ന സീഡാ വേണ്ടത്. ഹല്ലേലൂയ. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വിത്ത് മാറിപ്പോകരുത്. വിത്ത് മാറിയാൽ എല്ലാം മാറും. ഹല്ലേലൂയ. വിത്ത് മാറിയ ആദ്യത്തെ സെല്ല്, സൈഗോട്ട് എന്ന് പറയുന്ന ആദ്യത്തെ സെല്ല്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അടുത്തത് സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്താണ് മില്യൺ കണക്കിന് സെല്ലുകൾ വർദ്ധിച്ച് ഒരു കുഞ്ഞിൽ രൂപപ്പെട്ട് പുറത്തേക്ക് ചാടുന്നത്. എല്ലാം ഒരേ സെല്ല. ഇനി സെല്ലെങ്ങാനും മാറാമോ? സൈഗോട്ടെങ്ങാനും മാറാമോ? സോറി, ഈ കൂടിച്ചേരുന്ന ബീജവും അണ്ടവും മാറാമോ? ഇത് ചേരില്ല. അതിനെ കുറിച്ചൊക്കെ പുറകെ സംസാരിക്കാം. ഇത് ചേരില്ല, ഇത് ഒരിക്കലും ചേരില്ല. ഇത് ചേരാൻ യോഗ്യത ദൈവം നമുക്ക് നൽകി. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുക. ഇനി ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. ശമരിയക്കാരും ഈ ക്രിസ്തുവിനെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവത്തിനായ ക്രിസ്തുവിനെ. അതുകൊണ്ടാണ് ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു സംസാരിക്കുമ്പോ ശമരിയക്കാരത്തി ചോദിക്കുന്നത്, ഇതാ ഞങ്ങൾ കാത്തിരിക്കുവോ? ആരെ? ക്രിസ്തുവിനെ കാത്തിരിക്കുവോ എന്ന്. അപ്പൊ യഹൂദന്മാരും ശമരിയക്കാരും ക്രിസ്തുവിനെ കാത്തിരിക്കുവോ? അതിന്റെ യോഹന്നാൻ 4:25 വായിച്ച് ഒരുപാട് ക്രിസ്തുവിനെ കാത്തിരിക്കുവോ? യോഹന്നാൻ 4:25. സ്ത്രീ അവനോട്, മശീഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശീഹ എന്ന് പറഞ്ഞു. നമ്മൾ സമ്മതിക്കണ്ടേ? ഇതല്ല പ്രശ്നം. നമ്മൾ സമ്മതിക്കണ്ടേ? യഹൂദന്മാരുടെ മഹാപുരോഹിതൻ ചോദിച്ചപ്പോ യേശു പറഞ്ഞത് ഞാൻ തന്നെയാണ് മശീഹ, ഞാനാണ് ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനാണ്. ശമരിയക്കാരത്തി ചോദിച്ചപ്പോൾ ശമരിയക്കാരൻ പറയുന്നത് അതെ, അത് ഞാൻ തന്നെയാണ്. നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് മശീഹ. അല്ലാതെ ഞാൻ അത്യുന്നതനായ ദൈവമെന്നോ, അല്ല ഞാനൊരു വെറും കേവലം മനുഷ്യനാണെന്നോ അല്ല പറഞ്ഞത്. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ ഈ ഒരു തലം മനസ്സിലാക്കണം. ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന് സമനാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. മറ്റുള്ളവർ പറയുന്ന സമമല്ല ഞാനീ പറയുന്നത്. ഫിലിപ്പിയൻ അങ്ങനെ 2 സമത്വമായി പറയണേ. അവൻ ദൈവരൂപത്തിലിരിക്കുക. ദൈവത്തിന്റെ പുത്രൻ ഏത് രൂപമല്ലാതെ ഇരിക്കുന്നത്? ദൈവരൂപം തന്നെയാണ്. മനുഷ്യന്റെ എല്ലാ മക്കളും മനുഷ്യരൂപമല്ലേ? ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ രൂപമല്ലാതെ ഇരിക്കുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ദൈവത്തോടുള്ള ദൈവരൂപത്തിലിരിക്കെ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കരുത്. മീൻസ് ആ അസ്തിത്വം മുറുകെ പിടിക്കരുതെന്ന് വിചാരിക്കാതെ അതിന്റെ അർത്ഥം താൻ അത്യുന്നതനായ ദൈവമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇന്ന് ഫേക്ക് പ്രഗ്നൻസി കയറിയിട്ട് അവസാനം ഈ ദൈവദാസന്മാരെയും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നവരെ യേശു പറഞ്ഞു, ഐ നെവർ ന്യൂ യു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം ക്രിസ്തു നിങ്ങൾ ഉരുവായിട്ടില്ല. ക്രിസ്തു ഉരുവാകുന്നത് എപ്പോഴാണ്?
ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ഈ യേശുവിനെ ക്രിസ്തു എന്ന ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. മാറി വിശ്വസിച്ചാലോ ഇറ്റ്സ് എ റോങ് ഫിക്സിങ്. ഇതല്ലേ 1 യോഹന്നാൻ 4:15 പറയുന്നേ. 1 യോഹന്നാൻ 4:15 പറയുകയാണ്, ഈ തച്ചന്റെ മകനായ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ, ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം ആ വിശ്വസിച്ച വ്യക്തിയിലും വിശ്വസിച്ച വ്യക്തി ദൈവത്തിലും വസിക്കുന്നു. ക്രിസ്തുവിലൂടെ അവൻ ദൈവവുമായി ഒന്നായി. യേശു പറയുന്നത്, ഞാനും പിതാവ് ഒന്നാകുന്നു. അതേപോലെ ഈ വ്യക്തിയും കൂടെ ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി. 1 യോഹന്നാൻ 4:15 വായിച്ച സിസ്റ്ററെ, ആ പ്രഗ്നൻസി എങ്ങനെയാണ് നടക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ടാ പറയുന്നത്. മാറി വിശ്വസിച്ച കാര്യം നടക്കില്ല. കാരണം രണ്ടിന്റെ ഇടയിലുള്ള മധ്യസ്ഥനാണ്. കഴിഞ്ഞ സന്ദേശം നിങ്ങൾക്ക് മൾട്ടിപ്ലക്കിനെ കുറിച്ച് കേട്ടില്ലേ? കഴിഞ്ഞ സന്ദേശം സംസാരിച്ചപ്പോ ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്ത് നിങ്ങളോട് പറഞ്ഞ അവിടുത്തെ കണക്ഷനും ഇന്ത്യയിലെ കണക്ഷനും തമ്മിൽ ചേരില്ല. അവിടുത്തെ സ്ക്വയർ പിന്നാണ്, ഇവിടുത്തെ റൗണ്ട് പിന്നാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു മൾട്ടിപ്ലഗ് വന്നിട്ട് ഇവിടുത്തെ സോഴ്സിനെയും ഇലക്ട്രിക് സോഴ്സിനെയും അതോടൊപ്പം തന്നെ നമ്മളുടെ ഡിവൈസിനെയും ഉപകരണത്തെയും കൂടി ചേർത്ത് പിടിപ്പിക്കുമ്പോൾ എല്ലാം കൂടി ഒന്നായി ഒരൊറ്റ ഇലക്ട്രിസിറ്റി എല്ലാത്തിനും പാസ് ചെയ്യും. വായിച്ച് 1 യോഹന്നാൻ 4:15. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ദൈവപുത്രൻ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മാറി വിശ്വസിച്ച ദൈവപുത്രൻ ഉണ്ടാവില്ല. ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ക്രിസ്തുവിൽ ഒന്നായി ചേരുകയാണ്. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിനും മനുഷ്യനുടെയും മധ്യസ്ഥനായ ഒരുവൻ, അത് സ്പിരിച്വൽ മൾട്ടിപ്ലൻ, നമ്മുടെ കർത്താവായ ക്രിസ്തു. ഒരുവൻ. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായ ഒരുവൻ, അതാണ് സ്പിരിച്വൽ മൾട്ടിപ്ലൻ. കഴിഞ്ഞ സന്ദേശം കേൾക്കാത്തവർ പോയി കേൾക്കുക. ആ ഒരുവൻ, അങ്ങനെ ആ ഒരുവനായ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ ഈ മനുഷ്യനും കൂടെ സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിലൂടെ ഒന്നായി തീരും. ഇതാണ് സ്പിരിച്വൽ പ്രഗ്നൻസി. അതിന്റെ ഉള്ളിൽ ഒരു ത്രിയേക ഓപ്പറേഷൻ ഉണ്ട്. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിൾ അങ്ങനെ പറയുന്നത് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ എന്നാണ്. അത് ക്രിസ്തുവിലുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് ഒരു അന്വേഷിച്ചു നോക്കുക. എന്റെ പൊന്നു ദേവദാസന്മാരെ, നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ത്രിയേക ദൈവത്തെ കാണാൻ പറ്റത്തില്ല. പകരം ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനം ദൈവത്തിനായ ക്രിസ്തുവിൽ കാണാൻ പറ്റും. ആ ക്രിസ്തുവിലുള്ള അതേ പ്രവർത്തനം ക്രിസ്തുവിലുള്ള എല്ലാവരിലും ഉണ്ടാകണം. ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇതെല്ലാം സംസാരിക്കുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഈ പറയുന്നത് മുഴുവൻ സംസാരിക്കുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഈ പ്രവർത്തനം നമ്മളിൽ നടക്കണം. വായിച്ച് 1 തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ത്രിയേകനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എന്നല്ലാണോ പറയുന്നത്? ബൈബിൾ തെറ്റ് പഠിപ്പിക്കില്ല ഒരിക്കലും. വായിച്ച് 1 തിമോത്തി 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവം ഒരുവനല്ലോ, ദൈവം ത്രിയേകൻ എന്നല്ല പറഞ്ഞത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. താഴെ പറയാണ്, ആരാണ് ആ വ്യക്തി? എല്ലാവർക്കും വേണ്ടി മറുവലയായി തന്നെത്താൻ കൊടുത്ത, ശ്രദ്ധിച്ചേക്കണം, ഗ്രാമറ്റിക്കൽ ഫേസ് ശ്രദ്ധിച്ചോളാം, മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പൊ ഈ ക്രിസ്തു ആരായി തീർന്നു? മനുഷ്യനായി തീർന്നു. അപ്പൊ മനുഷ്യനാകുന്നതിന് മുമ്പ് ആരായിരുന്നു? ക്രിസ്തു എന്ന ദൈവപുത്രനാണ് പുള്ളി. മനസ്സിലായോ? മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാവും. അങ്ങനെ സ്വർഗസ്ഥ പിതാവും മനുഷ്യനും കൂടെ ക്രിസ്തുവിൽ ഒന്നായി തീരുമ്പോ ഈ മനുഷ്യപുത്രൻ ദൈവപുത്രനായി മാറും. ഇതാണ് ദൈവപുത്രന്റെ സ്ട്രക്ചർ. ആ ദൈവത്തിന്റെ സ്ട്രക്ചർ ഗോഡ് ഹെഡ് ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ ആണ്. അതൊരു ത്രിയേക പ്രവർത്തനമാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ത്രിയേകം എന്ന് പറയുന്നത് ബൈബിൾ അങ്ങനെ ഒരു വേർഡില്ല. ഗോഡ് ഹെഡഡ് ആണ്. അതായത് സ്വർഗസ്ഥ പിതാവ് എന്ത് പറയുന്നുവോ അത് തന്നെയായിരിക്കും ദൈവപുത്രൻ പറയുന്നത്. ഇവർക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ്. അതായത് പിതാവ് പറയുന്നത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയും, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് തന്നെ ഈ ദൈവപുത്രനും പറയും. അങ്ങനെ ഇവർ മൂന്നും സംസാരിക്കുന്ന ഒന്നായിരിക്കും. ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്. അവരുടെ സാക്ഷ്യം ഒന്നാണ്. അവരൊന്നാണ്. പിതാവ് പറയുന്നത് തന്നെ
പുത്രൻ പറയും, പുത്രൻ പറയുന്നതിന് ദൈവത്തിന്റെ ആത്മാവും പറയും, പിതാവ് പറയുന്നതിനെ ആത്മാവ് പറയും, ആത്മാവ് പറയുന്നതിന് പുത്രനും പറയും. ഇവർ മൂന്നും കൂടി ഒന്നായി. ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ കഴിഞ്ഞ സന്ദേശം കേൾക്കുമ്പോൾ അതില് നിങ്ങൾക്ക് കാണാം ഒരു പവർ സോഴ്സ്, ഒരു മൾട്ടിപ്ലഗ്, ഒരു ചാർജർ. നമ്മൾ പവർ സോഴ്സിനെ സ്വർഗസ്ഥ പിതാവുമായും മൾട്ടിപ്ലഗിനെ കർത്താവ് യേശുവായും ചാർജറിനെ നമ്മളായും വെച്ചു. ഇനി ഇത് വർക്ക് ചെയ്യുമ്പോൾ പവർ സോഴ്സിലൂടെ ഒഴുകുന്ന അതേ ഇലക്ട്രിസിറ്റി തന്നെയാണ് ഏതിലൂടെ ഒഴുകുന്നത്? മൾട്ടിപ്ലഗിലൂടെ ഒഴുകുന്നത്. മൾട്ടിപ്ലഗിലൂടെ ഒഴുകുന്ന അതേ ഇലക്ട്രിസിറ്റി തന്നെയാണ് ചാർജറിലൂടെ ഒഴുകുന്നത്. മൂന്ന് പേരുടെയും ഉള്ളിലൂടെ ഒഴുകുന്നത് ഒരേ ഇലക്ട്രിസിറ്റി. അതിന്റെ അർത്ഥം മൂന്ന് പേരുടെയും സന്ദേശം ഒന്ന് തന്നെ. പിതാവ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവും പറയുന്നത്, അത് തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തുവും പറയുന്നത്. ക്രിസ്തുവിൽ വിളിക്കപ്പെട്ട നമ്മളും അതിലേക്കായാൽ ഇതേ ഗോഡ് ഹെഡ് ഓപ്പറേഷൻ നമ്മളിലും വരും, നമ്മളും അത് തന്നെയായിരിക്കും പറയുന്നത്. ഹല്ലേലൂയ. അത് തന്നെയായിരിക്കും നമ്മളും പറയുന്നത്. ക്രിസ്തു എന്ത് പറയുന്നു അത് തന്നെ പറയും. സ്വർഗ്ഗസ്ഥനാവ് എന്ത് പറയുന്നു അത് തന്റെ ദൈവത്തിന്റെ ആത്മാവിൽ അത് ക്രിസ്തുവിന് കിട്ടും. ക്രിസ്തു എന്ത് പറയുന്നു ക്രിസ്തുവിന്റെ അവയവങ്ങളായ പുതിയ സൃഷ്ടിയിൽ ക്രിസ്തുവിന്റെ അവയവങ്ങളായ നമുക്കും അതേ ആത്മാവിന് അത് തന്നെ കിട്ടും. നമ്മൾ അത് തന്നെ വിളിച്ചു പറയും. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലൂടെ, ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഭൂമിയിൽ നിറഞ്ഞു. അതാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. ഇതാണ് ക്രിസ്തുവിലുള്ള ത്രിയേക പ്രവർത്തനം. ഏക ദൈവം ത്രിയേകമായി ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭാഷയിൽ, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഏക ദൈവം ഗോഡ് ഹെഡായി നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ശരീരമായി ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നു. ഇതാ ക്രിസ്തു പറഞ്ഞത്, എന്നെ കാണുന്നവൻ ആത്മാവാകുന്ന സ്വർഗത്തിലുള്ള പിതാവിനെ കാണുന്നു. ഈ ക്രിസ്തുവിനുള്ള ഓപ്പറേഷനാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തത്. ഇതാണ് എസെക്കിയേൽ 36:20. സമയത്ത് തന്നെ നമ്മളോട് ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഇങ്ങനെ നടത്തും കേട്ടോ. എങ്ങനെ? ഗോഡ് ഹെഡായി, നിങ്ങൾ ശരീരമായി ഞാൻ നിങ്ങളെ നടത്തും. ഇങ്ങനെയാണ് എല്ലാ ദൈവപുത്രന്മാരും നടക്കുന്നത്. എസെക്കിയേൽ 36:27 വായിച്ചത്. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തം പഴയ ഉടമ്പടിയിൽ നിൽക്കുകയാണ്. പഴയ ഉടമ്പടിയിൽ എല്ലാ മനുഷ്യരും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, എല്ലാവരും താന്താന്റെ വഴിക്ക് പോയി കിടക്കുക. എല്ലാവരും സ്വയം ഓപ്പറേഷൻ, ആരും ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ അല്ല, സെൽഫ് ഹെഡഡ് ഓപ്പറേഷനാണ്. എന്നാൽ ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ ഒരു ത്രിയേക പ്രവർത്തനത്തിലൂടെ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ഒരു ത്രിയേക പ്രവർത്തനത്തിലൂടെ നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഞാൻ ഹെഡായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ്? ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. എന്നിട്ട് നിങ്ങൾ ആരാണ്? ദൈവപുത്രന്മാരാണ് വിളിക്കപ്പെട്ടത്. എന്റെ ചട്ടങ്ങളിൽ, അതിന്റെ അർത്ഥം ഞാനാണ് ഹെഡ്, ഞാനാണ് തലത്തില്. നിങ്ങൾ ആരാണ്? ശരീരമാണ്. നിങ്ങളാണ് നടക്കേണ്ടത്, ഞാനാണ് നടത്തുന്നത്. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിൽ നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ ആത്മാവാണ്. ശ്രദ്ധിക്കുക, ദൈവം തന്റെ ആത്മാവിനാൽ തന്റെ ചിന്തകളെ നമുക്ക് തരും. ഇതാണ് പറയുന്നത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, നിങ്ങൾ എന്റെ ബോഡി ആയിരിക്കും, ഞാൻ തലയായിരിക്കും, നിങ്ങളെ എന്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. അതാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. മനസ്സിലായോ? ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനം ആരിൽ? ഇത് നടന്ന വ്യക്തിയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ദൈവപുത്രനായ ക്രിസ്തു. ഇതാണ് ക്രിസ്തുവിനെ കുറിച്ച് കൊളോസ്യർ 2:9 പറയുന്നത്. അവൻ അദൃശ്യനായ, അവിടെ ഇവിടെ ഇങ്ങനെ എഴുതിയേക്കണേ, ദൈവത്തിന്റെ സർവസമ്പൂർണത. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ് ഹെഡ്. ഗോഡ് ഹെഡ് ശരീര രൂപത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നു. മനസ്സിലായോ? അതായത് ദൈവം തലയായി, ക്രിസ്തുവിന് ശരീരമായി, തന്റെ ആത്മാവിലൂടെ ക്രിസ്തുവിനെ നടത്തുന്നു. ഇതാണ് ദൈവം തന്നെ ക്രിസ്തുവിലുള്ള ത്രിയേക പ്രവർത്തനം. ഹല്ലേലൂയ. ദൈവ ഏകനാണ്, പക്ഷെ ദൈവപുത്രനായ തന്റെ മകനായ ക്രിസ്തുവിലൂടെ താൻ ഗോഡ് ഹെഡ് ഓപ്പറേഷൻ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭാഷയിൽ നമുക്ക് പറയാം, മനസ്സിലാക്കാൻ എളുപ്പം, ത്രിയേകമായി പ്രവർത്തിക്കുന്നു. 2:9 വായിച്ചു. 2:9 കൊളോസ്യർ 2:9. ഇതിനാണ് നാം ഇത് പഠിക്കണേ. ഇതേ പ്രവർത്തനം നമ്മളിൽ വേണം. ഉരുവായാൽ ഇതേ പ്രവർത്തനം നമ്മളിൽ വരുള്ളൂ. വായിക്കേ. ഒന്നുകൂടെ പറഞ്ഞു മാസ്റ്റർ. കൊളോസ്യർ 2:9 എല്ലാ മക്കളും ഓർത്തിരിക്കേണ്ട വചനമാണ്.
ഹോശേയ ട്രാൻസ്ലേഷൻ പോരാ. അവനിലല്ലോ അവനിലല്ലോ കൊളോസ്യർ 2:9. Lord, I love you. ഹോശേയ 2:9 എന്നാണ് പറഞ്ഞത്. കൊളോസ്യൻ 2:9. ഞാൻ വായിക്കാം സിസ്റ്ററെ. കൊളോസ്യൻ 2:9. കൊലോസ്യൻ എന്നാണ് അല്ലേ പറഞ്ഞത്? അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയെ ദേഹരൂപം വസിക്കുന്നു. എല്ലാ ദൈവമക്കളും ബൈബിൾ തുറന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഓപ്പറേഷനാണിത്. ഇതുണ്ടാകണം. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിനെ പോലെ ആകണം നമ്മൾ വിളിച്ചിരിക്കുന്നേ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത്. ഇൻ ബോഡിലി ഫോം. അതിന് ഇംഗ്ലീഷ് വായിക്കട്ടെ, KJV വായിക്കട്ടെ. അവർ എഴുതിയിരിക്കുകയാണ്, ഫോർ ഇൻ ഹിം ഡോൾ all the fullness of Godhead bodily. Godhead bodily. For in him doth all the fullness of the Godhead bodily. തിയോറ്റസ് എന്നുള്ള ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതായിട്ട് കാണുന്നത്. തിയോറ്റസ്, അതായത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണത, മീൻസ് ഗോഡ് ഹെഡ്. ദൈവം പൂർണ്ണമായി ക്രിസ്തുവിൽ ശരീരരൂപത്തിൽ വസിക്കുന്നു. അതിന്റെ അർത്ഥം ക്രിസ്തുവിനെ ശരീരമായി, ദൈവം ക്രിസ്തുവിൽ തലയായി, ക്രിസ്തുവിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ 14:10 യേശു പറയുന്നുണ്ട്, എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് യേശു പറയുകയാണത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഗോഡ് ഹെഡ് ഓപ്പറേഷനിലൂടെയാണ്. ഇതാ പിതാവ്, യോഹന്നാൻ 10 വായിച്ചാട്ടെ സിസ്റ്ററെ. പിതാവ് എന്നിൽ വസിച്ച്, അതായത് പിതാവ് എന്റെ തലയാവുന്നു, പിതാവ് എന്നിൽ വസിച്ച് എന്നെ ശരീരമായി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് പിതാവ് പറയുന്നത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കി നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ, അതായത് എന്റെ ഇഷ്ടത്തിൽ നടക്കുമാറാക്കും. 14:10 വായിച്ച്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ. മനസ്സിലായോ? ക്ലിയർ ആയിട്ടോ പറയുന്നേ. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, അതിനർത്ഥം എന്റെ തല പിതാവാണ്, എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ ബോഡിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഇനി ഞാൻ നോക്കിയേ, ആ കഴിഞ്ഞ സന്ദേശത്തിലേക്ക് നോക്കിയേ, ആ പവർ സോക്കറ്റ്, മൾട്ടിപ്ലഗ്, ഗാഡ്ജറ്റ്. ശ്രദ്ധിക്കുക, ആ മൾട്ടിപ്ലഗ് ആ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്തപ്പോ മൾട്ടിപ്ലഗ് പവർ സോഴ്സിലായി. പവർ സോഴ്സിലായിരുന്നു ഇലക്ട്രിസിറ്റി മൾട്ടിപ്ലഗിലായി. ശ്രദ്ധിക്കുക, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഇതേപോലെ നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഞാനും പിതാവ് ഒന്നാവുന്നു പറഞ്ഞില്ലേ എന്ന് അവസാനിപ്പിക്കുക. അതേപോലെ യേശു പറയാണ്, നിങ്ങളും ഞങ്ങളിലാകണം, ഞങ്ങളുമായി ഒന്നാകണം, ഒരു കുടുംബമായി തീരണം. ഈ സന്ദേശമല്ലേ നമ്മൾ പറയണ്ടേ? ദൈവം ആഗ്രഹിക്കുന്ന ഈ സന്ദേശമല്ലേ? ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകനെന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ ദൈവ കുടുംബമാകാൻ വിളിച്ചിരിക്കുക. ഇതിനാരും നമ്മളെ പറ്റിക്കരുത്. ആന്റി ക്രൈസ്റ്റ് സിസ്റ്റം എന്താ ചെയ്യണേ? ഇത് സമ്മതിക്കത്തില്ല. യേശു ആണ് ക്രിസ്തു എന്നുള്ളത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറ, അത് വഞ്ചനയാണ്, വഞ്ചന. അതാണ് 2 John chapter 1 7 and 8. ഇതാണ് പറയുന്നത്, അത് വഞ്ചനയാണ് ഈ സംഭവം. ഇതുകൊണ്ടാണ് അവസാനം ക്രിസ്തു പറഞ്ഞ, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. റൈറ്റ് ആയിട്ട് ബൈബിളിലെ വചനത്തിൽ കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. വായിച്ചേ, ഇത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. സത്യമായിട്ട് നാം വിശ്വസിച്ച് നമ്മുടെ ജീവിതം കൊണ്ടുപോയില്ല എങ്കിൽ നമ്മൾ ഇതേപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന തലത്തിലേക്ക് മാറ്റപ്പെടും. വായിക്കുക 2 യോഹന്നാൻ 1:7-8. നമ്മൾ ആദ്യം വായിച്ചതാണ്. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിന്റെ അർത്ഥം, വഞ്ചിക്കപ്പെട്ടാൽ ഞങ്ങളുടെ പ്രയത്നഫലം ഞങ്ങൾക്ക് പോകും. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്.
കാരണം ഇവിടെ വഞ്ചന എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തുവാണെന്ന്, ക്രിസ്തു ജഡത്തിൽ വന്നവനാണെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ. മാറ്റി സ്വീകരിപ്പിച്ചാൽ മതിയല്ലോ. യഹൂദന്മാരെ പോലെ അച്ഛന്റെ മകനാകട്ടെ ഗ്രേഡ് ഇത് കൂട്ടിക്കൊടുത്ത ക്രിസ്ത്യാനി അങ്ങ് വിശ്വസിക്കുമെങ്കിൽ, ഈ യേശുവാണ് അത്യുന്നത ദൈവം എന്നങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ സംഭവം പോയില്ലേ? ഗ്രേഡ് കൂട്ടിക്കൊടുത്തു. എന്റെ മോനെ ഗ്രേഡ് കൂട്ടാനും പോകരുത്, ഗ്രേഡ് കുറയ്ക്കാനും പോകരുത്. എന്താണോ ബൈബിൾ പറയുന്നത് ആശ്രയിച്ച് വിശ്വസിക്കുക. വിവചനം എങ്ങനെയാ പറയുന്നത്? നീ ഇതിനോടൊന്നും കൂട്ടരുത്, അതിനോടൊന്നും കുറയ്ക്കാനും പോകരുത്, നിന്നെ കള്ളനായി പിടിക്കും, കള്ളനായി പിടിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്തിനാ ഈ ലോക ജീവിതം? ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മളുടെ ജീവിതം നരകത്തിലേക്ക് തള്ളുന്നേ. എല്ലാവരെയും സ്നേഹിക്കുക, ദൈവത്തെ, ദൈവവചനത്തെ, ക്രിസ്തുവെ പൂർണ്ണമായി അനുസരിക്കുക. സദൃശ്യമാക്കി 30:6 ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്: അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ശ്രദ്ധിക്കുക, അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ, ദൈവപുത്രൻ. അല്ല, അത്യുന്നത ദൈവമാക്കാൻ പോകരുത്. എന്തിനാണേ ചുമ്മാതെ കുറച്ചു നാളത്തെ ആരുടെയെങ്കിലും പ്രീതിക്ക് വേണ്ടി നരകത്തിൽ പോണേ? എന്റെ പൊന്നു മക്കളെ, ഇത്രയ്ക്ക് ധൈര്യമാണോ? നിങ്ങളുടെ ജീവൻ ഇത്ര വിലയില്ലേ? ശ്രദ്ധിക്കുക, വചനം വിശ്വസിക്കുക. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നെ വിശ്വസിക്കാൻ? സംഘടനയെ വിശ്വസിക്കാൻ പറയുന്നുണ്ടോ? എനിക്ക് വേറെ സംഘടനയില്ല, കാരണം എനിക്ക് ദൈവത്തിന്റെ കുടുംബമാണ്, അതാണ് ദൈവരാജ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം വിശ്വസിക്കാൻ എന്താ ഇത്ര പാട്? വിശ്വസിക്കുന്നേ. ഹല്ലേലൂയ. 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ തെറ്റായത്, അതുകൊണ്ട് ഞങ്ങൾ അവര് പോയിടത്തേക്ക് പോകുള്ളൂ. എന്തിനാ വാശി പിടിക്കുന്നത്? നമ്മളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവാണ്. ക്രിസ്തുവിനെ അയച്ചത് അങ്ങോട്ടേക്ക് നമ്മളെ വിളിക്കുന്നു എന്ന് പറയാനാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ടേ? നമുക്ക് പോകാനുള്ള ഒറ്റ വഴി ക്രിസ്തുവേ ഉള്ളൂ. ക്രിസ്തുവിലാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഫിലിപ്പിയർ 3:14 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്തു അല്ല നമ്മളെ വിളിച്ചത്, സ്വർഗസ്ഥ പിതാവാ വിളിച്ചത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവെ പോലെയായി സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തണം. കാരണം സ്വർഗസ്ഥ പിതാവിന് വേണ്ടത് തന്റെ പുത്രനായ ക്രിസ്തുവെ പോലെയുള്ള മക്കളെ. 3:14 എടുത്തേക്ക് സിസ്റ്റർ ഒന്ന് വായിച്ചു സിസ്റ്റേ. ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി. ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിൾ എന്നാ പറയുന്നത്? ക്രിസ്തു അല്ല നമ്മളെ വിളിച്ചത്, ക്രിസ്തുവിന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവ് വിളിച്ച ക്രിസ്തുവിനാ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളി. അപ്പൊ ആരാ വിളിച്ചേ? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് ആരിൽ വിളിച്ചു? ക്രിസ്തു യേശുവിൽ വിളിച്ചു. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ നമ്മളെ വിളിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇത് മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെ പാടാറുണ്ട്, അതൊക്കെ മനസ്സിലാകാൻ വേണ്ടി. കാരണം എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ദൈവ സന്ദേശം ആർക്കും കിട്ടത്തില്ലല്ലോ. തെറ്റി പഠിച്ചാൽ ശരിയായിട്ട് പഠിക്കുക. അവസാനം ക്രിസ്തു നമ്മളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയരുത്. പാട്ടിങ്ങനെ പാടട്ടെ, നിങ്ങൾ കേട്ടതിനും വ്യത്യസ്തമായിരിക്കും കേട്ടോ. ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു, യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു. ആ പാട്ട് ഇനിയുണ്ട് കേട്ടോ. വചനപ്രകാരം എവിടെയും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതണം താഴെ കേട്ടോ. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളി. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ പരമവിളിയുടെ വിളി. ആരെ വിളിച്ച? ക്രിസ്തു വിളിച്ചു. വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്. ആ ധൂർത്തപുത്രൻ അവസാനം വന്നിട്ട് അപ്പന്റെ വീട്ടിലേക്ക് എത്തണം. പക്ഷെ അവനെ പന്നിക്കുട്ടിനെ വിടുവിക്കാനും
അവരെ വഴി നടത്താൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന നാമം. ഇത് വ്യക്തതയോടെ ഞാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ശ്രദ്ധിച്ചേക്കണേ, ചില പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഒന്ന് തിരിയാം. നമ്മളിപ്പോ മനസ്സിലായല്ലോ, ഈ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാത്തവൻ അവൻ പ്രശ്നമാണ്, അവനാണ് ആന്റിക്രൈസ്റ്റ് എന്നാ പറയുന്നത്. ഈ ക്രിസ്തുവാണ് യേശുവായി ജഡത്തിൽ വന്നവൻ എന്ന് വിശ്വസിക്കാത്തവൻ അവൻ വഞ്ചകനാണെന്നാ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ വഞ്ചനയുടെ ആത്മാവ് ഞാൻ വളർന്നു വന്നപ്പോ എന്റെ ചുറ്റും കിടന്ന് കളിച്ചത് ഞാൻ കണ്ടതുമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഈ വിശ്വാസ ത്യാഗത്തിന്റെ ഈ തലം ഉണ്ടല്ലോ, തെറ്റായ, അതായത് വീണ്ടും ജനനത്തെ അട്ടിമറിക്കുന്നത് ഇത് തുടങ്ങുന്നത് സ്കൂളിൽ വെച്ച് തന്നെയാണ്. സ്കൂളിൽ വെച്ചാൽ തുടക്കം ചെറുപ്പകാലത്തിൽ തുടങ്ങുന്നുണ്ട്. വീട്ടിലുണ്ട്, സ്കൂളിലുണ്ട്. സ്കൂളിലാണ് കൂടുതൽ. ഞാൻ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് ദുബായിൽ എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോയി. ദുബായിൽ എന്റെ സ്നേഹിതന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ അവിടെ അദ്ദേഹത്തിന്റെ മോളുടെ മോന് ഏകദേശം 7 വയസ്സോലും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് തന്റെ അമ്മയോട് ചോദ്യം ചോദിച്ചു. 7 വയസ്സുള്ള പയ്യനാണ്. അമ്മയോട് ചോദ്യം ചോദിക്കാം, അമ്മേ, അപ്പോ യേശു നമുക്ക് ദൈവമാ അല്ലെ? അപ്പോ സ്വർഗസ്ഥ പിതാവും ദൈവമാ. അപ്പൊ നമുക്ക് 2 ദൈവം അല്ലെ? 2 ദൈവം. അവൻ സ്കൂളിൽ നിന്ന് കേട്ടിട്ടോന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നതാണ് അമ്മയോട്. അപ്പൊ അമ്മയ്ക്ക് ഇതിന് ഉത്തരം പറയാൻ അറിഞ്ഞൂടാ. പിന്നെ അമ്മ നേരെ സാധാരണഗതിയിൽ നേരെ പോകുന്നത് പാസ്വേഡ് എടുക്കലേക്കായിരിക്കും. പിന്നെ പാസ്വേഡ് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് ഇങ്ങനെയുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉത്തരം പറയും. അല്ലെന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തി വിടും. അതോടുകൂടെ അവരുടെ വിശ്വാസത്യാഗം റെഡിയായി ഉള്ളിൽ. ഇത് അങ്ങനെ സംഭവിച്ചില്ല. ഈ മോള് തന്റെ അപ്പനോട് പോയി ചോദിച്ചു. അപ്പൊ അപ്പം പറഞ്ഞു കൊടുത്തു, മോളെ, നമുക്ക് ദൈവം ഒന്നേ ഉള്ളൂ, അത്യുന്നതനായ ദൈവം ഒരേ ഒരാളേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു ദൈവം എന്ന് വിളിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവ്. യേശു ക്രിസ്തു ആ അപ്പന്റെ മകനാണ്. അപ്പന്റെ മകനായതുകൊണ്ട് യേശു ആര് തന്നെയാ? ദൈവം തന്നെയാ. പക്ഷെ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് അല്ല. അതായത് വ്യക്തമായ പറഞ്ഞു കൊടുത്തത്, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല. എന്റെ ഭാഷ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം അവർക്ക് മനസ്സിലാകാനായിട്ട്. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് സകലത്തിന്റെ ഉടമസ്ഥനാണ്. യേശു ക്രിസ്തു ഉടമസ്ഥനല്ല, മകനാ, അവകാശിയാണ്. അപ്പൊ ഞാനിത് ക്ലിയർ ആയി. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് ഏകാധിപതിയാ. യേശു ക്രിസ്തു ഏകാധിപതിയല്ല, ആശ്രയിച്ച് ജീവിക്കുന്ന ബോഡിയാണ്. അത്യുന്നതനായ പിതാവ് തലയാണ്. യേശു ക്രിസ്തു ആ അപ്പന്റെ ബോഡിയായിട്ട് പ്രവർത്തനമാണ്. അപ്പോ ജനത്തിന് മനസ്സിലാവും, കുട്ടി മനസ്സിലായത് മനസ്സിലാവും. അതിന് പകരം ഇങ്ങനെയുള്ള സംശയമാണോ ചോദിക്കണേ, ഇത് ചോദിച്ചുകൂടാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാസ്റ്റർമാരുടെ മക്കൾ വല്ലൊരു വിശ്വാസത്തിലുണ്ടോ? അല്ല, ക്രിസ്ത്യാനികളുടെ മക്കൾ വല്ല വിശ്വാസത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആൾക്കാർ സ്തോത്രം ചെയ്യും. ഇനി പേരിന് വേണ്ടി വിശ്വാസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കും, പല ഗുണങ്ങളും കിട്ടാൻ വേണ്ടി. അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? ഭൗതിക ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ വിശ്വാസം നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ സോളിഡായിട്ട് ഫീൽ ചെയ്യണം. സോളിഡായിട്ട്. ഇനി ഞാൻ അടുത്ത ഒരെണ്ണം പറയാം. എന്റെ മോള് സ്കൂളിൽ പോയി. റാസൽ ഖൈമ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ റാസൽ ഖൈമ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം മോൾ എന്റെ അടുക്കൽ വന്നു. മോളെന്നോട് ചോദിച്ചു, പപ്പ, അവര് പറയുന്നു നമുക്ക് 3 ദൈവങ്ങളുണ്ടെന്ന്. എനിക്ക് ആ സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. അപ്പൊ അവര് പറഞ്ഞു പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, നിങ്ങൾക്ക് 3 ദൈവങ്ങളില്ലേ എന്ന് ചോദിച്ചു.
അപ്പൊ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പലരോടും ചോദിച്ചു. അവര് പലർക്കും അറിഞ്ഞുകൂടാ. ചിലര് ട്രിനിറ്റിയുടെ പ്രസംഗം പ്രസംഗിച്ചവരുടെ പ്രസംഗം കേൾപ്പിച്ചു. ഞങ്ങളുടെ ചർച്ചിൽ ഈ പ്രസംഗം പ്രസംഗിച്ചു പാസ്. ഓരോ പ്രാവശ്യവും പ്രസംഗം കഴിയുമ്പോഴും കൺഫ്യൂഷനിൽ നിന്ന് കൺഫ്യൂഷനിലേക്ക് പോകുന്നതല്ലാതെ ഒരു ഉത്തരവും പറയില്ല. എന്നിട്ട് ഈ ദേവദാസന്മാരൊക്കെ അവസാനത്തെ ഒരു കൈ എടുക്കുന്നത് കാണാം. എല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി, ഇതാർക്കും മനസ്സിലായില്ല ആകുന്നത്. അപ്പോൾ അവസാനത്തെ കൈയാണ്. അതായത് 19ാമത്തെ അടവെന്ന് പറഞ്ഞാൽ ഒരു അടവെടുക്കാം. ദൈവാത്മാവല്ലാതെ ഇതാർക്കും മനസ്സിലാവും. പിന്നെ ഇത്ര നേരം പറഞ്ഞെന്തിനാ? ഈ 1-2 ആഴ്ച ക്ലാസ് എടുത്തിട്ട് അവസാനം കൊണ്ട് ഒരു കാച്ചം കാണിച്ചു. അങ്ങനെ കേട്ടവർ മൊത്തം കൺഫ്യൂഷനിലേക്ക് മാറി. മൊത്തം കൺഫ്യൂഷനിലേക്ക്. പിന്നെയാണ് എനിക്കിത് മനസ്സിലായത്, ഈ ഒരു 3 ദൈവങ്ങൾ എന്നുള്ള ഒരു കാര്യം ജാതികളായവർ നമ്മുടെ മക്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല. സ്കൂളിൽ വെച്ച് തന്നെ. അപ്പൊ അവർ മനസ്സിലാക്കി, എന്റെ അപ്പനും അമ്മയും വിശ്വസിക്കുന്ന വിശ്വാസം പൊട്ടനാണ്. അന്ന് അവർക്ക് മനസ്സിലാക്കി. അവരും ഒന്ന് ചോദിച്ചിട്ട് അപ്പനും എനിക്ക് ഉത്തരം കൊടുക്കാനില്ല. പാസ്റ്ററോട് പറഞ്ഞപ്പോ പാസ് ഇങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിച്ച് അവസാനം 19ാമത്തെ അടവായി. ദൈവാത്മാവല്ല എല്ലാവർക്കും മനസ്സിലാവില്ല എന്നൊരു അടവ് കൊടുത്തങ്ങ് വിട്ടു, അവസാനിപ്പിച്ചു. തൽക്കാലം അവര് നമ്മുടെ കൂടെ നിൽക്കും. കാരണം വയറ് നിറക്കണ്ടേ. പറക്കാറാകുമ്പോ അവര് വിശ്വാസം മാറിപ്പോ. കാരണം ഇത് സ്വർഗസ്ഥ പിതാവ് പറഞ്ഞിട്ടില്ല, ക്രിസ്തു പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല, മറിയ പറഞ്ഞിട്ടില്ല, ആദ്യ നൂറ്റാണ്ടിലെ ദൈവദാസന്മാർ ഒന്നും പ്രസംഗിച്ചിരുന്നില്ല. ഇതൊരു 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ കേൾക്കുന്ന സാധനം ഇതെടുത്തുകൊണ്ട് നടന്നിട്ട് നമ്മുടെ വിശ്വാസത്തെ ചുറ്റിക കൊണ്ട് അടിച്ച് പൊട്ടിക്കുക ആന്റി ക്രൈസ്റ്റ്. അത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പല പല ക്ലാസ്സുകളും ചാനലും ഉണ്ടാക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിളിലെ വചനം വിട്ടിട്ട് നമ്മൾ പിശാചിന്റെ കൈകളും കാലുകളും ആകരുത്. വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇനി എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ ഈ ബിസിനസ്സുമായിട്ട് എടുക്കുമ്പോ, അറബ് നാടാണല്ലോ, നിങ്ങൾക്കറിയാലോ അവിടുത്തെ ജാതി ഏതാണെന്ന്. അവരെനിക്ക് ചിലപ്പോ അവരുടെ പുസ്തകം തരും, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്നെ കുത്തിയിരുത്തി അവർ കുറെ നേരം പഠിപ്പിക്കും. കുറെ നേരം ഞാൻ ആദ്യമൊക്കെ കേൾക്കും, കാരണം ബിസിനസ് വേണ്ടേ. കുത്തിയിരുന്ന് കേൾക്കും. അതിനുശേഷം ഞാൻ ഒരിക്കൽ ഒരു ചോദ്യം ഫേസ് ചെയ്തു. എനിക്ക് അപ്പം അതിന് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല, കാരണം എന്നെ പഠിപ്പിച്ചത് ഇതേ തലത്തിലൊക്കെ ആണല്ലോ. അതിനോടൊരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, യേശു ആരാന്ന് വെച്ചു. ഞാൻ ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം. യേശു എത്ര ദിവസമാണ് മരിച്ചതെന്ന് നിങ്ങളുടെ ബൈബിൾ പറയുന്നത്? ഞാൻ പറഞ്ഞു 3 ദിവസം. അപ്പൊ യേശു 3 ദിവസം മരിച്ചല്ലേ? ഞാൻ പറഞ്ഞു യേശു 3 ദിവസം മരിച്ചു. അടുത്ത ചോദ്യം, നിങ്ങളുടെ ദൈവം അപ്പൊ 3 ദിവസം മരിച്ചു അല്ലെ? 3 ദിവസം മരിച്ചു. അടുത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ദൈവം ഈ 3 ദിവസം മരിച്ചപ്പോ ദൈവം എവിടെയായിരുന്നു? ആ 3 ദിവസം പ്രപഞ്ചത്തിന് ദൈവമില്ലായിരുന്നു. ഇപ്പൊ ഉത്തരം വരൂല. ഇതേ ചോദ്യങ്ങളാണ് സ്കൂളിൽ പോയിട്ട് നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യണേ. ഉത്തരവില്ലാത്ത ചോദ്യം വന്നപ്പോ ഞാൻ വേറൊരു ടീമിനെ കണ്ടു. വേറൊരു ടീം നമ്മുടെ കൂട്ടത്തില്ല. അവര് പറഞ്ഞു ഞങ്ങൾ ജയിച്ചു എന്ന് പറയണേ. ഇവരെന്തെന്നറിയാമോ? ഇതിനുത്തരം പറഞ്ഞതിന് പകരം അവര് മറുപാർട്ടികളുടെ പുസ്തകം പഠിക്കാൻ തുടങ്ങി. ഈ ചോദ്യം ചോദിച്ചവരുടെ പുസ്തകം പഠിക്കാൻ തുടങ്ങിയിട്ട് അതിന് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അതിന് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ വായ അടഞ്ഞു എന്നാണ് പറയുന്നത്. തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ വായ അടഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ജയിച്ചു. ആര് ജയിച്ചു? എവിടെ ജയിച്ചു? നമ്മുടെ ചോദിച്ച ഉത്തരം പറയാൻ നമുക്ക് പറ്റിയ ദൈവത്തിന്റെ വചനം പറയുന്നു, അവര് നിങ്ങളോട് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചാൽ സൗമ്യതയോടെ നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാ പറഞ്ഞേക്കണേ. അല്ലാണ്ട് അവരുടെ പുസ്തകം പഠിച്ച് അതിലറിവില്ലാത്ത കാര്യങ്ങൾ അവരോട് തിരിച്ചു ചോദിച്ച് അവരുടെ വായടക്കണമെന്നല്ല.
വാഴച്ചത് തെറ്റിയോ ശരി, അതിനെ കുറിച്ചല്ലേ അവിടെ പറയുന്നത്. നമ്മളോട് പറഞ്ഞ എന്തുവാ? നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ഒരുവൻ ചോദിച്ചാൽ സൗമ്യതയോടുകൂടെ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ആ വ്യക്തിയോട് പറയാം. അവരുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതുപോലെ നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൽ ഇറങ്ങി പോകുമ്പോ ഇവർ പലരും ചോദിക്കുമ്പോ ഇവർക്ക് എങ്ങനെ ഈ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അത് നമ്മൾ പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു വിടും. വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടും. എനിക്ക് അങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് തുടങ്ങി എന്റെ അന്വേഷണം. ഞാൻ ഹൃദയത്തിൽ അന്വേഷിക്കും. എന്റെ അപ്പ ഞാൻ എന്നെ ഉത്തരം മറുപടി പറയും. വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ എന്റെ അപ്പൻ അറിഞ്ഞൂടാ, അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. ഭാഷയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ അപ്പൊ ചൂടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വചന വണ്ടി എന്ന് പറഞ്ഞ ഒരാളെ വർഷത്തിലൊരിക്കൽ കൊണ്ടുവരും, ഒരാഴ്ചത്തെ ക്ലാസിന്റെ അവസാനം അദ്ദേഹം ഈ ട്രിനിറ്റിയോ എന്തെങ്കിലും ക്ലാസ് എടുത്തിട്ട് പറയും, ദൈവ അവസാനത്തെ 19ാമത്തെ അടവ് ആത്മാവല്ലാതെ മനസ്സിലാവില്ല. അതായത് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമ്പോ പറയും എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല, ദൈവാത്മാവ് കൊടുക്കുന്നതായി മനസ്സിലാവും. നമുക്കത് മനസ്സിലാകണ്ടേ, നമ്മുടെ മക്കൾക്ക് ഇത് മനസ്സിലാകണ്ടേ, അവർക്ക് പലരോടും പോയി ഉത്തരം പറയണ്ടേ. ഇവിടെയാണ് ആന്റി ക്രൈസ്റ്റ് കയറിയിട്ട് വീണ്ടും ജനത്തെ അട്ടിമറിച്ചു കളഞ്ഞത്. വീണ്ടും ജനത്തെ യേശുവിനെ ദൈവപുത്രൻ വിശ്വസിക്കാത്തവനാ വഞ്ചകനാണെന്ന് പറയണേ. വഞ്ചകൻ, അവനാണ് ആന്റി ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആന്റി ക്രൈസ്റ്റിനെ മുട്ടിയിട്ട് നടക്കാൻ വയ്യല്ലോ. ഓൾമോസ്റ്റ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്തുവാ? ഈ യേശു ക്രിസ്തു അത്യുന്നതനായോ എന്ന് വിശ്വസിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു അത്യുന്നതനായോ എന്ന്. അതിനാക്കി തീർക്കാൻ വേണ്ടി വചനത്തെ വളച്ച് ഒട്ടിച്ചു കൊണ്ടുവന്നിട്ട് ആക്കി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അത് നരകത്തിന്റെ മുകളിൽ നരകമായി. എന്റെ പ്രിയ സഹോദരനെ നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇനി ഞാന് ഇവിടെ തൃശ്ശൂർ അടുത്തൊരു സ്ഥലം ചാലക്കുടിയില് ഒരു കൺവെൻഷന് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പാസ്റ്റർ എൻ്റെ അടുക്കൽ വന്നു, ഒരു യൗവനക്കാരനായ പാസ്റ്റർ. അദ്ദേഹം എന്നോട് ചോദിച്ചു ഇതേ ചോദ്യം. സാധാരണ ആളുകൾ നമ്മുടെ കുട്ടികളോട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചത്, ബ്രദറെ, എന്നോട് ചിലർ ചോദിച്ചു, യേശുക്രിസ്തു ആണ് അത്യുന്നതനായ ദൈവം, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു ബൈബിൾ ഏതെങ്കിലും ഒരു വേറുണ്ടോ എന്ന് ഇന്ന പാർട്ടി ചോദിച്ചു എന്ന് പറഞ്ഞു. എനിക്കൊരു ഉത്തരം പറയാൻ പറ്റിയില്ല. ഞാൻ നമ്മുടെ കൂട്ടത്തിലെ ഫേമസ് പണ്ഡിതനായ ഒരാളുണ്ട് ആഫ്രിക്കയിൽ, ഒരു മലയാളിയാ, പേര് ഞാൻ പറയുന്നില്ല. അപ്പോ ഈ കൂട്ടത്തിലെ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഈ പുള്ളിയോട് ചോദിച്ചാൽ അറിവ് കിട്ടൂ എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഇതാണ്. അതിന് മറുപടി എനിക്ക് ഉത്തരം തന്നത്, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഇത്രയും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ സത്യം, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തു ഉണ്ട്. കാരണം ക്രിസ്തുവിന്റെ ജന്മ സമയത്തിലോ അല്ല, ആദിയിലോ അല്ല, അനാദിയില്ല. ഇതാണ് കൊളോസിന് 1:15 പറയുന്ന, സഭകളിൽ വായിക്കാൻ പേടിയുള്ള വചനം. കൊളോസിന് 1:15 പറയുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെ സർവ്വ സൃഷ്ടികൾക്കും ആദ്യജാതനുമാണ്. സർവ്വ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യമായി ജനിച്ചവനുമാണ്. സത്യമാണ്. അതുകൊണ്ട് സർവ്വം ആ ക്രിസ്തു മുഖാന്തരമാണ് സ്വർഗ്ഗസ്ഥ പിതാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവനെ കൂടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ആ വ്യക്തി എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ല. ഈ യാത്ര മുന്നോട്ടേക്ക് ഞാൻ കടന്നു പോയപ്പോഴാണ് സ്വർഗ്ഗസ്ഥ പിതാവ് വചനത്തിലെ കറക്റ്റ് ആയിട്ടുള്ള സാഹചര്യം എന്നെ മനസ്സിലാക്കിയത്. ഇതൊക്കെ വേറെ ഒന്നിനുമല്ല, വീണ്ടും ജനത അട്ടിമറിക്കാനുള്ള പിശാചിന്റെ പദ്ധതികളാണ്. അത് യേശുവിനെ തച്ചന്റെ മകനായി വിശ്വസിച്ച യഹൂദന്മാർ പുറത്തുപോയി ഒരു കൂട്ടം. ഇനി യേശുവിനെ ദൈവപുത്രനായി വിശ്വസിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് യേശുവിനെ അത്യുന്നതനായ ദൈവമായിട്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും ജനത്തെ അട്ടിമറിക്കുക. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ വായിച്ചു, ആദ്യമ കാലത്തെ സുവിശേഷകരുടെ എങ്ങനെയായിരുന്നു യേശുവിനെ ആരായിട്ട് വിശ്വസിച്ച്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കേൾക്കാത്തവർ അത് പോയി കേൾക്കണം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ഷണ്ടനോട് സുവിശേഷം പറഞ്ഞു, യേശയ്യാ പ്രവാചകൻ 53 അടിസ്ഥാനമാക്കി, അല്ലേ? പക്ഷെ ആ 8-ാം അധ്യായത്തിൽ അവരിങ്ങനെ സുവിശേഷം പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇതാ വെള്ളം ഞാൻ സ്നാനമേക്കുന്നതിൽ എന്ത് തടസ്സം എന്ന് ചോദിച്ചപ്പോ ഉടനെ ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു യേശു അച്ഛന്റെ മകനാണെന്നാണോ പറഞ്ഞേ? ഞാൻ വിശ്വസിക്കുന്നു യേശു അത്യുന്നതനായ ദൈവമാണെന്ന് പറഞ്ഞേ? അല്ല, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് മക്കളെ റൈറ്റ് ആയിട്ടുള്ള വീണ്ടും ജനിക്കാനുള്ള ഒരു വലിയ വിശ്വാസം.
വീണ്ടും ജനനത്തിൽ അവൻ ഗോഡ് കാറ്റഗറിയിലേക്ക് മാറുകയാണ്. ദൈവം മക്കൾ എന്ന തലത്തിലേക്ക് അവൻ മാറുകയാണ്, മനുഷ്യതലത്തിൽ നിന്ന്. ഹല്ലേലൂയ. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ച സിസ്റ്റർ. ഓ ഫാദർ വി താങ്ക് യു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. ദൈവ മക്കൾ തെറ്റിപ്പോകരുത്, ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അതിന്റെ 37-ാം വാക്യം, അതിന്റെ 36, 37 വായിച്ചു. അവരിങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതായിരുന്നു ആദ്യ കാലത്തെ അപ്പോസ്തലന്മാരുടെ സുവിശേഷീകരണം. ഇന്നാണ് ഇത് മാറിപ്പോയത്. മനസ്സിലായോ? യേശു ക്രിസ്തു ദൈവപുത്രൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇതിനെ അട്ടിമറിക്കാനാണ് പിശാചി 3-ാം നൂറ്റാണ്ടിൽ ത്രിയേക ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വന്നത്. ക്രിസ്തുവിനെ ദൈവപുത്രന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അതിനകത്ത് ദൈവത്തിന് ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നിട്ട് 3 പേരെയും കൂടി, അപ്പൊ പിന്നെ ഒരാളുടെ കുറവ് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നിട്ട് ഇതാ ഒന്നിച്ച് ഒരു ദൈവമാക്കി പ്രസന്റ് ചെയ്യാണ്. ഞാൻ പറയുന്നൊരു ഉദ്ദേശം, എന്റെ മക്കളെ, അങ്ങനെ ബൈബിളിലില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഗോഡ് ഹെഡ് ഓപ്പറേഷൻ വേണ്ടിയാ. അത് ദൈവപുത്രനായ ക്രിസ്തുവിൽ നടക്കുന്നുണ്ട്. ക്രിസ്തുവിൽ പിതാവ് ക്രിസ്തുവിലൂടെ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ക്രിസ്തുവിൽ ഏകീകൃതമായി നടക്കുന്നത്. ഇതാണ് ത്രിയേക പ്രവർത്തനം. ഏക ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനം ആരിൽ? ക്രിസ്തുവിൽ. ഇനി ഈ ക്രിസ്തുവിനെ പോലെ ആയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം, ഇന്ന് 2 ഗ്രൂപ്പായിട്ട് മാറിയ ഒരു കാര്യമില്ലേ? യേശു നാമവിശ്വാസികളും ത്രിയേക വിശ്വാസികളും. അതാണ് മെയിൻ കാറ്റഗറി 2, അല്ലേ? സത്യം പറഞ്ഞ ഇവര് രണ്ടുപേരും പറയുന്ന സത്യം. ഇത് കാര്യം മനസ്സിലാഞ്ഞിട്ടുള്ളൂ. ഈ ഗോഡ് ഹെഡ് ഓപ്പറേഷൻ മനസ്സിലാഞ്ഞിട്ടേ ഉള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞത് എന്തുവാ? നിങ്ങൾ പോകുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, അല്ലെ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുക. അപ്പോ യേശുനാമക്കാർ പറഞ്ഞ അപ്പസ്തലന്മാർ യേശുവിന്റെ നാമത്തിലെ സ്നാനം കഴിപ്പിച്ചുള്ളൂ എന്നാ പറയുന്നത്. അവരത് പറയുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കി, എനിക്കറിയാം, ഡോക്ടർ ക്ലിയർ ആയിട്ട് അറിയില്ല. യേശുവിന്റെ നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. സത്യമാണ്. ഒരു ദൈവപുത്രൻ എന്ന് വെച്ചാൽ അവന്റെ ഓപ്പറേഷൻ ത്രിയേകമാണെന്നേ. ദൈവം തലയായി, ദൈവപുത്രൻ ശരീരമായി, തന്റെ ആത്മാവിനെ അവനെ നയിക്കുന്നു. ഇതല്ലേ യേശു 36:27. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എന്റെ ആറ്റങ്ങളിൽ നടക്കുവാറാക്കി. ഇതല്ലേ യേശു നടന്നേ. ഹല്ലേലൂയ. അപ്പൊ എന്റെ മക്കളെ, അപ്പോസ്തലന്മാർ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെയാണ് സ്നാനം കഴിപ്പിച്ചത്. സ്വീകരിച്ചവർ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. കാരണം യേശുവിന്റെ നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ഇതോർത്ത് തല്ലുപിടിക്കല്ലേ? സ്നാനം ഏത് നാമത്തിൽ പെട്ടോ അവനെ ഇങ്ങനെ സ്വർഗത്തിൽ കയറുന്നൊന്നുമില്ല. നമ്മളോട് പറയുന്നത് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നത് എവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലും സ്വർഗ്ഗത്തിൽ കയറുള്ളൂ. അവരുടെ സ്നാനത്തെ കുറിച്ച് തർക്കിക്കാതെ പിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ച് ഒരു ഡിബേറ്റ് വയ്ക്കുക. അത് എന്നെ വിളിക്കാനും വരാം. ഹല്ലേലൂയ. കാരണം എന്തെങ്കിലും ഗുണം വേണ്ടേ? എന്തെങ്കിലും ഗുണം വേണ്ടേ? ഒരു കാര്യം ചെയ്യുമ്പോ കർത്താവ് പറയുന്നത് സ്വർഗ്ഗത്തിൽ കയറാൻ എന്ത് ചെയ്യണം? പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഇന്ന് പിതാവിന്റെ ഇഷ്ടം മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. പിതാവിന്റെ ഇഷ്ടമല്ലേ നമുക്ക് അറിയണ്ടേ? യുഎഇയിൽ പോകാൻ അവിടുത്തെ വിസ വേണം. അതിനാണ്ട് പാസ്പോർട്ടിന്റെ കളർ മഞ്ഞയാണോ ഒമ്പാണോ അറിയിച്ചിട്ടുള്ള കാര്യമുണ്ടോ? അതല്ല വേണ്ടത്, വിസ. ആ യുഎഇയിലെ വിസ, അതിനെക്കുറിച്ച് സംസാരിക്കും. ഇതുപോലെ സ്വർഗ്ഗത്തിൽ കയറാനുള്ള വിസയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നുള്ളത്. അതാണ് യേശു പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗത്തിൽ കടക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ബുദ്ധി ഉദിക്കുന്നില്ലേ? നമ്മൾ അതല്ലേ ഫോക്കസ് ചെയ്യണ്ടേ? അതല്ലേ നിൽക്കണ്ടേ? അതായത് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മക്കൾക്ക് ഇപ്പൊ മെഡിസിൻ പഠിക്കണം. മെഡിസിൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ സിലബസ് തപ്പിക്കൊണ്ടിരുന്നാൽ മതിയോ? CBSE പഠിക്കണോ അതോ വേറെ ഏതെങ്കിലും പഠിക്കണോ? നിന്റെ മോൻ അതിലല്ലേ പഠിച്ചു, എന്റെ മോൻ ഇതിലെ പഠിച്ചു. നമുക്ക് അതിലൊരു ഡിബേറ്റ് വെക്കാം. എന്ത് കാര്യം? എൻട്രൻസ് ഫോക്കസ് ചെയ്യുക. മെഡിക്കൽ എൻട്രൻസ്, പല എൻട്രൻസ് ഉണ്ട്. മെഡിക്കൽ എൻട്രൻസ് ഫോക്കസ് ചെയ്യുക. അതിൽ ജയിച്ചാൽ മക്കൾക്ക് പ്രാവശ്യം കിട്ടും. എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി ഈ നാളിൽ ദൈവ ഇഷ്ടം മനസ്സിലാക്കുക, അതിൽ ചെയ്യുക, അതിൽ നിലകൊള്ളുക. നമ്മളവിടെ ജയിക്കുവാനായിട്ട് ഇടയാകും. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ നാം ആരായിട്ട് സ്വീകരിക്കണം? യേശു ക്രിസ്തുവിനെ വിശുദ്ധ ബൈബിൾ പറയുന്നു നാം ദൈവപുത്രനായിട്ട് സ്വീകരിക്കണം.
പിതാവ് പുത്രനൊക്കെ പറയുന്നു, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുക്കുക. ആ ചെവി കൊടുക്കുമ്പോൾ നമുക്ക് ദൈവം ഇഷ്ടം എന്നാണെന്നറിയാം. പക്ഷെ നമ്മൾ ഇതുവരെ ചെവി കൊടുത്തിട്ടില്ല. ക്രിസ്തീയ സഭകളിലേക്ക് ചെന്ന് ചോദിക്കുകയാണ്, ഓരോ വ്യക്തിയോട് ചോദിക്കുക, എന്താണ് പിതാവ് ക്രിസ്തുവിനോട് കേൾക്കാൻ പറഞ്ഞ ദൈവം ഇഷ്ടം? എന്താണ് യേശുക്രിസ്തു ചോദിക്കുന്ന ദൈവം ഇഷ്ടം? ഈ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഒരു 90-90% ഉത്തരം പറയില്ല. അപ്പൊ ഒരു ദൈവദാസന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവർക്ക് ദൈവം ഇഷ്ടം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ത്രിയേകത്തിൽ കിടന്ന് കറങ്ങുകയോ ഏകത്തിൽ കിടന്ന് വട്ടം കറങ്ങുകയല്ല. അതൊക്കെ നാം തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ, അറിയത്തില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, നോ പ്രോബ്ലം. നമ്മളിപ്പോ അംശമായി അറിയുന്നു, നാം അവിടെ ജന്മപൂർവ്വമായിട്ട് അറിയും. പക്ഷെ ഇന്ന് നാം അറിയേണ്ട ദൈവ ഇഷ്ടമാണ്. ദൈവ ഇഷ്ടം എന്താണെന്നും അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഇന്ന് അറിയണ്ടേ. അപ്പൊ എന്റെ പൊന്നുമക്കളെ, ദൈവ ഇഷ്ടം നോക്കി ഇത്രയേ ഉള്ളൂ. ഞാനും നിങ്ങളും ക്രിസ്തുവെ പോലെ ഉള്ള ദൈവപുത്രന്മാരായി, ഈ ത്രിയേക പ്രവർത്തനം ഉള്ളവരായി, ബൈബിളിന്റെ ഭാഷ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയാണ്, ബൈബിളിന്റെ ഭാഷ പറഞ്ഞാൽ ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ ഉള്ളവരായി, ബൈബിളിന്റെ ഭാഷ വീണ്ടും പറഞ്ഞാൽ ലോ ഓഫ് ദ സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരായി, ബൈബിളിന്റെ ഭാഷ വീണ്ടും പറഞ്ഞാൽ ലോ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന് ന്യായ പ്രമാണത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരായി, ബൈബിളിന്റെ ഭാഷ വീണ്ടും പറഞ്ഞാൽ തികഞ്ഞ ന്യായ പ്രമാണത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരായി യേശുവെ പോലെ ഞാനും നിങ്ങളും മാറണം. ഇതിനാണ് നമ്മുടെ മുൻ നിയമനം. 8:29 എന്തിനാ മുൻനിയമിച്ചേ? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു, എന്തിനാ മുൻനിയമിച്ചേ? ആ മുൻനിയമനാണ് ദൈവ ഇഷ്ടം. റോമർ 8:29 പറയാണ്, തന്റെ പുത്രനായ ക്രിസ്തു. എടുത്തു സിസ്റ്ററെ, ഞാനൊന്ന് കേൾക്കട്ടെ, ദൈവ ഇഷ്ടം എന്താണെന്ന് അറിയട്ടെ. തന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ ക്രിസ്തു ആരാ? ദൈവത്തിന്റെ പുത്രൻ. അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന്, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ, അതായത് ക്രിസ്തുവെ പോലെ ഞാനും നിങ്ങളും ആകാൻ മുൻനിയമിച്ചു. അതുകൊണ്ടാണ് ആ സൈഗോട്ടിൽ നിന്ന് വളരണമെന്ന് പറയുന്നത്. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളെന്ന് ദേവദാസൻ പറയുന്നില്ലേ? കാരണം ആ രൂപത്തോടാകണമെങ്കിൽ അതേ സെല്ലിൽ നിന്ന് വേണം മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ, അല്ലെങ്കിൽ നടക്കില്ല. വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇതാണ് എന്റെ പൊന്നു മക്കളെ നമ്മുടെ മുൻ നിയമനം. നാം ക്രിസ്തുവെ പോലെ ആകണം. നമ്മുടെ അവതരണത്തിലൂടെ ആകണ്ട. സെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും ജനനം. ആ വീണ്ടും ജനനത്തിന്റെ ആ ആദ്യ സെല്ല്, അതിന്റെ പേര് ഗോഡ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആ ആദ്യ സെല്ലിൽ എന്ത് സ്വഭാവം ഉണ്ടെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ പൂർണ്ണ സ്വഭാവമുണ്ട്. ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോ ഒരു മാവില് പുളിപ്പ് ചേർന്ന പോലെയാ. ഇതുകൊണ്ടാണ് പറയുന്നത് സ്വർഗരാജ്യം പുളിപ്പിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ? അതിനോട് തുല്യമാണ്. ആ പുളിപ്പ് ആ മാവിൽ വീണാൽ നേരം എടുക്കുമ്പോൾ ആ പുളിപ്പ് എന്ന സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് മാവ് മുഴുവൻ പുളിപ്പാകുന്നത് പോലെ നമ്മുടെ വീണ്ടും ജനന സത്യമാണെങ്കിൽ ആ യേശുവിനെ ദൈവമായ അനാദിയിലേ ഉള്ള ദൈവപുത്രനായ ക്രിസ്തുവായി നാം സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മളിലുള്ള ആദ്യ സെല്ല് രൂപപ്പെടും. ഇതാണ് ക്രിസ്തു ഉരുവാകുക എന്ന് പറഞ്ഞാൽ. ആദ്യ സെല്ല് രൂപപ്പെടും. പിന്നെ ആ സെല്ല് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ വേറൊരു സന്ദേശം വന്നിട്ട് ഈ ക്രിസ്തു ഇതല്ല, ക്രിസ്തുവാണ് അത്യുന്നതനായ ദൈവം, അല്ല ക്രിസ്തുവാണ് മനുഷ്യനായ തച്ചൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്ത് പറ്റുന്നറിയാമോ? നമ്മളുടെ വിശ്വാസം അബൂട്ടിക്കപ്പെടും. ഇതാ അദ്ദേഹം പറയുന്നത്. ഇത്ര ബുദ്ധികെട്ടവരാണോ നിങ്ങൾ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ക്രിസ്തു ആത്മാവാട്ടോ. നിങ്ങളിപ്പോ ജഡം കൊണ്ട് സമാപിക്കുന്നത്. ന്യായപ്രമാണം ജഡത്തിലിരിക്കുന്ന മനുഷ്യനാ കൊടുത്തത്. അവർ ന്യായപ്രമാണത്തിൽ പിന്മാറിപ്പോയി. ജഡം കൊണ്ട് സമാപിക്കുന്ന ബുദ്ധികെട്ടവരെ, നിങ്ങളെ ആരാണ് ശുദ്രം ചെയ്തത്? ആരാണ് നിങ്ങൾക്ക് ശുദ്രം, മന്ത്രം, കൂടോത്രം ചെയ്തതെന്ന് ക്രിസ്ത്യാനിയോട് ചോദിക്കുക. ആരാണ് നിന്നെ കൂടോത്രം ചെയ്ത് കൊണ്ടുപോയത്? വേറെ ആരുമല്ല, പിശാചും അവന്റെ ലോബികളുമാണ്. ഇന്ന് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ വാദിക്കുന്നു. എന്റെ മക്കളെ, എന്തിനാ ഇങ്ങനെ കൂടെ വാദിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. 1-2 വചനങ്ങൾ കൂടി വായിച്ചിട്ട് ഈ ശുശ്രൂഷ, ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും.
മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും അത്യുന്നതനായ ദൈവം ശരീരം ധരിച്ചു വന്നതല്ല യേശു. മനസ്സിലാക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ മകനായ ക്രിസ്തു ശരീരം ധരിച്ചു വന്നതാണ് യേശു. അതാണ് നമ്മൾ പറയുന്നത്. ഈ യേശുവിനെ ആരായിട്ട് വിശ്വസിക്കണം? അത്യുന്നതനായ ദൈവം വിശ്വസിക്കാനല്ല, ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കാനാണ്. ഹല്ലേലൂയ. ഇനി ഇതിനെ തെളിയിക്കാൻ ചില വചനങ്ങൾ കൂടി ഒന്ന് വായിച്ചിട്ട് ഇവിടെ ഈ ശുശ്രൂഷ, ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ തെളിയിക്കാനായിട്ട് ചില വചനങ്ങൾ. ഓ ഫാദർ, വി താങ്ക് യു. 1 യോഹന്നാൻ 4-ാം അധ്യായം 9-ാം വാക്യത്തില് ഇവിടെ പറയാണ്, ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്റെ പുത്രനായ ക്രിസ്തുവിനെയാണ്. വായിച്ചേ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവമാണ് മോനായിട്ട് വന്നേന്ന്, അല്ലെ അത്യുന്നതനായ ദൈവമാണ് ഈ മകനായ യേശു വന്നേന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പറയാണ്, ലോകത്തിലേക്ക് അയച്ചപ്പോഴല്ല പുത്രനായത്, അതിനു മുമ്പേ പുത്രന്. മനസ്സിലായോ? ദൈവം ആ പുത്രനെ ഇങ്ങോട്ട് അയച്ചു. അല്ലാണ്ട് ദൈവം, അത്യുന്നതനായ ദൈവം ഒരു പുത്രനായി വന്നതല്ല. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, അതായത് എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ, ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ വേറൊരു പേരാണ് വചനം. തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. അതാണ് ലോകത്തിൽ അയച്ചപ്പോഴല്ല പുത്രനായത്, പുത്രനാണ് ലോകത്തിലേക്ക് അയച്ചത്. പിടുത്തം കിട്ടിയ? ഇനിയും തെറ്റായി ധരിച്ചിരിക്കുന്നത് ആ ധാരണ അങ്ങ് ഊരിക്കണം. എന്നതിന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുക. ഇനിയിപ്പോ ചിലർക്ക് മനസ്സിൽ ഉടനെ വരുന്നത് ഇതിനെ തടുക്കാൻ വേണ്ടി ഉപയോഗിച്ച പരിചയമായിരുന്നു 1 തിമോത്തി 3:16. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. എന്റെ പൊന്നു മക്കളെ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്. അല്ലാണ്ട് ദൈവം ജഡമായെന്നല്ല പറഞ്ഞേ, അല്ലെ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ആളാണ് ക്രിസ്തു. എന്താ സംശയം? ആത്മാവാണ് ദൈവം ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടു. ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടു, അല്ലാണ്ട് ദൈവം ജഡമായതല്ല. ഇത് പണ്ടൊരിക്കലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ് സാധാരണ ചില്ല് ഗ്ലാസ് കണ്ടിട്ടില്ലേ? ചില്ല് ഗ്ലാസ്, ഇത് ചില്ല് ഗ്ലാസ് അല്ല, ഇത് കളിമൺ ഗ്ലാസ്. ചില്ല് ഗ്ലാസ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഞാൻ കുഞ്ഞുനാളെ ഗ്ലാസ് ഫാക്ടറി പോയിട്ടുണ്ട്. ഈ ഗ്ലാസ് ഫാക്ടറി പോയപ്പോൾ ഗ്ലാസ് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് കുട്ടികളെയും കൊണ്ട് ഞങ്ങളെയും പോയത്. ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ടീച്ചർ അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെള്ളം പോലത്തെ ഒരു സാധനം, അതായത് ഈ ഗ്ലാസ് ഉരുകിയ ഗ്ലാസ്സാ, വെള്ളം പോലെ ഇരിക്കുക. ആ വെള്ളം പോലെ, അത് ലിക്വിഡ് രൂപത്തിലിരിക്കുക. ലിക്വിഡ് രൂപത്തിലുള്ള ഗ്ലാസ് ആണ് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്ത് ഗ്ലാസ് ആക്കി എടുക്കുന്നത്. അപ്പൊ ഗ്ലാസ് ആയി കഴിഞ്ഞപ്പോൾ അത് സോളിഡ് ആയി. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, ട്രാൻസ്പെറന്റ്, അത് സോളിഡ് ആയി. അപ്പോ ലിക്വിഡ് എന്തായി മാറി? സോളിഡായി മാറി, അല്ലെ? ദ്രാവകം എന്തായി മാറി? ഹരമായി മാറി. ഇതേപോലെ ദൈവം ജഡമായി മാറിയില്ല. അത്യുന്നതനായ ദൈവം ജഡമായി മാറിയില്ല. ജഡമായി മാറിയതാരാ? ദൈവപുത്രനായ ക്രിസ്തുവാണ് ജഡമായി മാറിയത്. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്, വചനം ജഡമായി തീർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് അല്ലാണ്ട് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി, അല്ല അത്യുന്നതനായ ദൈവം ജഡമായില്ല. വചനം ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പേരാണ്. ഇതാണ് വെളിപ്പാട് 19:13 പറയുന്നത്, അവന്റെ പേർ ദൈവ വചനം. അപ്പൊ നിങ്ങളുടെ പേരെന്താ? സാബു, മിനി. എന്റെ പേര് ഷാജി. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പേര് വചനം. ഇതാണ് വെളിപ്പാട് 19:13 പറയുന്നത്, അവന്റെ പേർ ദൈവ വചനം. അതൊരു ബൈബിൾ പറയാണ്, ഈ വചനമാണ് മാംസമായത്, അല്ലാണ്ട് അത്യുന്നതനായ ദൈവമല്ല. അപ്പൊ ആ മാംസത്തിലൂടെ അദൃശ്യനായ അത്യുന്നതനായ ദൈവം ഭൂമിയിൽ വെളിപ്പെട്ടു. ക്രിസ്തു പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇതേപോലെ ഞാനും നിങ്ങളും ആയിത്തീരണം. ക്രിസ്തുവിലുള്ള നമ്മളെ കാണുന്നവരും പിതാവിനെ കാണണം. അതിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ഈ ഒരു തലം നമ്മൾ വ്യക്തതയോട് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം
1-ാം അധ്യായം വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിന്റെ 14-ാം വാക്യത്തിൽ പറയാണ്, വചനം ജഡമായി തീർന്നു. വചനം എപ്പോഴുണ്ട്? അതിന്റെ യോഹന്നാൻ 1:1 മുതൽ വായിക്കുമ്പോ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ വചനം ആദിയിലേ ഉണ്ട്. വചനം വെച്ചാൽ ക്രിസ്തു ആദിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം എപ്പോഴാ? കൊളോസ്യർ 1:15 പറയുന്നു, ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് സർവ്വ സൃഷ്ടികൾക്കും മുമ്പാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമാണ്, ദൈവപുത്രനാണ് ക്രിസ്തു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ മുഖാന്തരം സകലത്തെയും ഉളവാക്കി, അവനെ സകലത്തിലും അവകാശിയാക്കി വച്ചു. ഇതൊക്കെ ബൈബിൾ വേണം ഈ പറയണത്. എബ്രായർ 1:2 ഒക്കെ ചേർത്ത ഈ പറയണേ. എന്നിട്ട് ഈ പറയാണ്, ആ വചനമാണ് ആ സൃഷ്ടിപ്പിൽ മുഖാന്തരമായ, കാരണഭൂതനായല്ല, കാരണഭൂത സ്വർഗസ്ഥ പിതാവ, സൃഷ്ടിപ്പിൽ മുഖാന്തരമായ വചനമാണ്. അതിന്റെ 1:14 എന്നാ പറഞ്ഞിരിക്കണേ? വചനം ജഡമായി തീർന്നു. ജഡമായതാരാ? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവാണോ? ദൈവപുത്രനായ വചനമായ ക്രിസ്തു ആണോ? ക്ലിയറാ? ക്രിസ്തു. വചന ജഡമായി തീർന്നു. ആ ജഡത്തിലൂടെ ആര് വെളിപ്പെട്ടു? സ്വർഗസ്ഥ പിതാവ് വെളിപ്പെട്ടു. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാം. 1 തിമോത്തി 3:15 പറയുന്ന, ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ നീ എങ്ങനെ നടക്കണം? ദൈവത്തിന്റെ വചനം തിമോത്തിയോസിന് എഴുതുകയാണ്. ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ എങ്ങനെ നടക്കണ്ടേ? ദൈവത്തെ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെടുത്തി നടത്തുന്നത് പോലെ നടക്കണം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അതാണ് ക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി വേണം നമ്മൾ നടക്കാൻ. അതുകൊണ്ട് എഴുതിയിരിക്കണേ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ എന്നാണ് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ, തെറ്റാണ്. എന്നാൽ അതിന്റെ നമ്മള് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലാഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരുടെ ജഡത്തിൽ? ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജഡത്തിൽ ദൈവം വെളിപ്പെട്ടു. അപ്പൊ ജഡമായതാരാ? വചനം ജഡമായി. ആരായി വചനം? ക്രിസ്തു ജഡമായി. ഇതാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ യേശുവിനെ നാം കാണുവാനായിട്ട് ഇടയായത്. ആ ജനിക്കുന്ന ശിശുവിന് എന്നാ പേരിടണം? യേശു ക്രിസ്തു എന്ന് പേരിടണം. ഇനിയും ചില വചനങ്ങളോട് അതിന് ആധാരമായിട്ട് സൂചിപ്പിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം തന്റെ പുത്രനെയാണ് ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത്. അല്ലാണ്ട് ജനിച്ചപ്പോഴല്ല പുത്രൻ ഉണ്ടായത്. വായിച്ചേ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അപ്പൊ സ്ത്രീയിൽ നിന്ന് ജനിച്ചപ്പോഴല്ല ദൈവത്തിന്റെ പുത്രൻ ഉണ്ടായത്. ദൈവം തന്റെ പുത്രനെയാണ് സ്ത്രീയിൽ ജനിപ്പിച്ചത്. ശ്രദ്ധിച്ചു കേട്ടോ. സ്ത്രീയിൽ നിന്ന് ജനിച്ചപ്പോഴല്ല ദൈവത്തിന്റെ പുത്രൻ ഉണ്ടായത്. ദൈവത്തിന്റെ പുത്രൻ നേരത്തെ ഉണ്ട്. ആ പുത്രന്റെ പേരാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെയാണ് യഹൂദന്മാരും ശമരിയക്കാരും ഒക്കെ കാത്തിരുന്നത്. നീ വന്ദനായ പുത്രനായ ക്രിസ്തു എന്ന് ചോദിക്കുന്നില്ലേ? ഇതല്ലേ ശമരിയക്കാർക്ക് പറയുന്നത്. ക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലാണ്ട് യേശുവായിട്ട് ജനിച്ചപ്പോഴല്ല ദൈവത്തിന്റെ പുത്രനുണ്ട്. ദൈവത്തിന് നേരത്തെ പുത്രനുണ്ട്. അതാണ് ഏകജാതൻ എന്ന് പറയുന്നത്. ആ ഏകജാതനാണ് ഇനി ആദ്യജാതനാകാൻ ദൈവം മുൻനിയമിച്ചിരിക്കുന്നത്. ഇതാണ് റോമ 8:29. തന്റെ ഏകജാതൻ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആരായി മാറണോ? പേടിയാണെന്ന് പറയാം. കാരണം അറുത്തുകളെയും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യജാതനായി മാറണം. ആദ്യജാതൻ. ഇതാ ഈ ബൈബിൾ സന്ദേശമൊക്കെ തകർത്ത് കളഞ്ഞു ആന്റി ക്രൈസ്റ്റ്. ഇന്ന് ഈ ബൈബിൾ സന്ദേശം സഭകളിൽ ഇല്ല. ഇത് പറയത്തില്ല, പ്രസംഗിക്കുന്നില്ല. ഇത് പേടിയാണെന്ന് പറയാൻ. ഏകജാതനായ ക്രിസ്തുവായിട്ട് ആദ്യം വന്ന ക്രിസ്തു ഇനിയും പ്രവേശിക്കുമ്പോൾ ബൈബിള് എബ്രായ ലേഖനം 1:6 പറയുന്നു, ഏകജാതൻ എന്നല്ല പറയുന്നത്, ആദ്യജാതനായി. എബ്രായർ 1:6 വായിച്ച സിസ്റ്റർ, ആദ്യം വന്നപ്പോ ഏകജാതനായിരുന്നു. ഇതാണ് അതിന്റെ 3:16 യോഹന്നാൻ 3:16 പറഞ്ഞത്. സിസ്റ്റർ എബ്രായർ 1:6 വായിക്കേ. യോഹന്നാൻ 3:16 പറഞ്ഞത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. പക്ഷെ ഇവിടെ പറയുന്നു ഇനിയും പ്രവേശിക്കുമ്പോൾ ആദ്യജാതൻ. വായിക്കേ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു.
ശ്രദ്ധിക്കുക, ഇതാണ് ഫാദേഴ്സ് കോർണർ. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇവിടെ പറയാണ് ആദ്യജാതനെ പിന്നെയും പൂർണ്ണതയെ പ്രവേശിപ്പിക്കുമ്പോൾ. ഇപ്പോ ഇനി രണ്ടാമത് യേശു വരുമ്പോ ആരായിട്ടാ വരുന്നത്? ഏകജാതനായിട്ടാണോ ആദ്യജാതനായിട്ടാണോ? പറ. ആദ്യജാതൻ അല്ലേ? അത് എന്തിന്റെ പൂർണ്ണതയാണ്? റോമ 8:29 നിവർത്തീകരണമല്ലേ? റോമ 8:29 എന്നാ പറയണേ? തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാർ ആദ്യജാതനാകണം. ആയിട്ടില്ല, ആകണം. അപ്പൊ ഇനി വരുമ്പോ എങ്ങനെയായിരിക്കും വരുന്നേ? ആദ്യജാതനായാ വരുന്നേ. ആദ്യജാതനായാ വരുന്നേ. ആ പ്രവചനം നിവർത്തീകരിച്ചോണ്ടാ വരുന്നേ. ായോ? ഹല്ലേലൂയ. ഈ സന്ദേശമൊക്കെ സഭകൾ അറിയണം, ജനം അറിയണം. അങ്ങനെ നാം ദൈവത്തിന്റെ അവകാശികൾ, ദൈവത്തിന്റെ മക്കളാകുകയും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരും. ഇതൊക്കെ ആവർത്തിച്ച് എല്ലാ സഭകളിലും എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞു കൊടുക്കണോ? എന്നിട്ട് ജനത്തെ എന്ത് ചെയ്യണം? അവരുടെ ഉള്ളിൽ ഈ സുവിശേഷത്തിന്റെ ആ പ്രേരക ശക്തി ഉണ്ടല്ലോ, അതങ്ങ് നിറയ്ക്കണം. നിന്നെ ദൈവത്തിന്റെ മകനാകാൻ വിളിച്ചിരിക്കുന്നു, ക്രിസ്തുവിന്റെ സഹോദരനാകാൻ വിളിച്ചിരിക്കുന്നു, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകാൻ വിളിച്ചിരിക്കുന്നു. അവന്റെ അകത്തേക്ക് തള്ളി കൊടുക്കണം. അപ്പൊ ഇതാണ് ഒരുവർ പണിയാത്തവനെ പണിയിപ്പിക്കുന്നത് എങ്ങനെയാ? പണി ചെയ്യാത്തവനെ പണിയിപ്പിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ കാശ് ഇങ്ങനെ വീട്ടിൽ കാണിച്ച് കാണിക്കും അല്ലെ? അതായത് എനിക്ക് കൂടുതൽ കിട്ടും, കൂടുതൽ കിട്ടും, കൂടുതൽ കിട്ടും. ഇതേപോലെ തന്നെ ഈ മക്കൾ എന്ത് ചെയ്യണോ? ദൈവവചനത്തിലെ ആ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ ഭയങ്കര വിശ്വാസമായിട്ട് കയറി വരും. അവർ പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവർ കൂടുതൽ അറിയുവാൻ വേണ്ടി അവർ നിലകൊള്ളുവാനായിട്ട് തുടങ്ങും. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇനിയും ചില വചനങ്ങൾ വായിക്കുക. അത്യുന്നതനായ ദൈവമല്ല മനുഷ്യനായിട്ട് വന്നത്, ദൈവപുത്രനായ ക്രിസ്തുവാണ് യേശുവായി വന്നത്. വീണ്ടും ജനിക്കാൻ നാം വിശ്വസിക്കേണ്ടത് യേശുവാണ്, ക്രിസ്തുവാണ് നാം വിശ്വസിക്കേണ്ടത്. അത് യേശു അത്യുന്നതനായ ദൈവമാണെന്നോ യേശു അച്ഛന്റെ മകനാണെന്നോ അല്ല വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ വിശ്വാസം വിശുദ്ധ ബൈബിൾ പറയുന്നതല്ല, പകരം അവസാനം സ്യൂഡോ പ്രഗ്നൻസി ആയി തീരാൻ ഇടയാകും. യേശു പറയും, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ദേവദാസൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രയത്ന ഫലം വ്യർത്ഥമായി പോവുമല്ലോ എന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്ന മേജർ സമൂഹവും ക്രിസ്തീയ സമൂഹത്തിലും കാണുന്നത്. കാരണം ആന്റി ക്രൈസ്റ്റ് ഇന്ന് തന്റെ രാജവാഴ്ച നടത്തുകയാണ് ക്രിസ്തീയ ഗോളങ്ങളിൽ. ഇതാ യോഹന്നാൻ 3:16 വീണ്ടും തെളിയിക്കുകയാണ്, അത്യുന്നതനായ ദൈവമല്ല ദൈവപുത്രനായ ക്രിസ്തുവാണ് ഇങ്ങോട്ട് യേശുവായി വന്നത്, വായിച്ച് ജഡം ധരിച്ചു വന്നത്. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നൽകിയപ്പോഴല്ല പുത്രനുണ്ടായത്, പുത്രനെയാണ് നൽകിയത്. കണ്ടോ? ക്ലിയർ അല്ലേ? നൽകിയപ്പോഴല്ല പുത്രനുണ്ടായത്. അതിന് അത്യുന്നതനായ ദൈവം ജഡം ധരിച്ചിങ്ങ് വന്നതല്ല. തന്റെ ഏകജാതനായ പുത്രനിൽ, അതായത് തനിക്ക് ആദിക്ക് മുമ്പ് അനാദിയിൽ കൊളോസ്യൻ 1:15 പ്രകാരം ജനിച്ച പുത്രനിൽ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനം 2:7 പറഞ്ഞ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ജഡരൂപത്തിൽ യേശുവായി. മനസ്സിലായി? ഇതായി പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം, അതാണ് അത്യുന്നതനായ ദൈവം, അവനെ നൽകുവാൻ ആരെ? ഓൾറെഡി ഉള്ള ഈ ക്രിസ്തുവെ നൽകി. ഇതാണ് ഏതൊരു പറയുന്നത്, ആരായിട്ട് നൽകി? യേശുവായിട്ട് നൽകി. നമ്മളോട് പറയാണ്, ഈ യേശുവാണ് ക്രിസ്തു എന്ന് നീ വിശ്വസിക്കണം, എങ്കിൽ നീ വീണ്ടും ജനിക്കും. മാറി വിശ്വസിക്കരുത്. ഫെയ്ത്ത് ഫിക്സിങ് മാറിപ്പോകരുത്. ഫെയ്ത്ത് ഫിക്സിങ് മാറിപ്പോയാൽ ഒരു മോട്ടോർ സൈക്കിൾ പല കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, അറിയത്തില്ലെങ്കിൽ ജിക്സോ പസിൽ പല പീസുകളാക്കിയിട്ടിരിക്കുന്നു, അത് റീഫിക്സ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തില്ലെങ്കിൽ അത് ഫിക്സ് ആവില്ല. ഇതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ കറക്റ്റ് ആയിട്ട് അതിന്റെ പാർട്സുകൾ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ആവില്ല, വർക്ക് ചെയ്യത്തില്ല. ഇതേപോലെ തന്നെ ഇത് വർക്ക് ഫിക്സ് അല്ല, ഇത് ഫെയ്ത്ത് ഫിക്സാ. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതാ പറയുന്നത്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവം ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ജനിക്കാൻ യേശുവിനെ ആരായിട്ട് വിശ്വസിക്കണം? ക്രിസ്തു എന്ന് വിശ്വസിക്കണം. മാറിപ്പോകരുത്. പലരും ഇതിനെയൊക്കെ കേറ്റിത്തരും. യേശു സാധാരണ പറഞ്ഞ പോലെ അത്യുന്നതനായ ദൈവം കേട്ടോ, അല്ല, ദൈവത്തിന്റെ പുത്രനാ.
അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ഇതാണ് ദൂതം വന്ന് മറിയോട് പറയുന്നത്, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മളെ തെറ്റുപഠിപ്പിച്ചല്ല ദൂതൻ, തന്നോട് എന്താ പറഞ്ഞത് അത്രേ പറയാൻ പറ്റുള്ളൂ തനിക്ക്. ഇതാ യേശു പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ പുത്രൻ. ഇതാണ് പിശാചികൾ യേശുവിനെ കണ്ടപ്പോ വിളിച്ചലറിയത്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. ഇതാണ് പിതാവ് പറഞ്ഞത്, ഇവനെന്റെ പ്രിയ പുത്രൻ, ഇവന് ചെയ്തു കൊടുക്കാൻ. ഹല്ലേലൂയ. ഇനി ഒരു വാക്കുകൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യോഹന്നാൻ 3:17. ഇതും പറയുന്നത്, ഇതാ ലോകത്തിലേക്ക് അയച്ചപ്പോഴല്ല പുത്രനായത്, പുത്രനെയാണ് ലോകത്തിലേക്ക് അയച്ചത്. വായിക്കാം. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. കേട്ടോ, ലോകത്തിൽ അയച്ചപ്പോഴല്ല പുത്രനായത്, തന്റെ പുത്രനെയാണ് ലോകത്തിലേക്ക് അയച്ചത്. എത്രയോ വാക്കുകൾ അല്ലേ, എത്രയോ വാക്കുകൾ. ഇനിയും വിശ്വസിച്ചു കൂടെ മക്കളെ? തെറ്റായി നമ്മൾ ധരിച്ചു. അവസാനം സീഡ് ഓഫ് പ്രഗ്നൻസി, ഫേക്ക് പ്രഗ്നൻസിയിലേക്ക് യേശു ഞാൻ ഒരു കാലം നില അറിഞ്ഞിട്ടില്ല എന്ന് സുവിശേഷകരോട് പറയുമ്പോൾ അതിലേക്ക് ഇനിയും നമ്മളെ ആ ചതിക്കുഴിയിലേക്ക് വീഴണം. കുറച്ച് ദിവസമേ നമുക്ക് ഈ ശ്വാസമുള്ളൂ. ഈ ശ്വാസം നമുക്ക് അധിക ദിവസമില്ല. ഈ വചനത്തിന്റെ തണലിൽ വന്ന നിങ്ങള് മഹാ അനുഗ്രഹീതരാ. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഫെയ്ത്ത് ഫിക്സ് റോങ് ആണെങ്കിൽ വചനപ്രകാരം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക, കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വരിക. വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വന്നാൽ അതിന്റെ തെളിവാണ് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തും. അതിന്റെ വേറൊരു പേരാണ്, അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകും. അതിന്റെ അർത്ഥം അവനിലൂടെ ജീവിക്കുന്നത് ദൈവവുമാണ്. ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ അവൻ നടക്കുന്നത്. ദൈവം അവനിലൂടെ വെളിപ്പെടാൻ ആരംഭിക്കും, അവളിലൂടെ വെളിപ്പെടാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തുടങ്ങും. ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പിശാച് വീണ്ടും ജനത്തെ അട്ടിമറിച്ചിട്ടിരിക്കുക. ഇന്ന് കാണുന്ന കൂട്ടരം മുഴുവനാണ് ക്രിസ്ത്യാനികളെയാണ്, ദൈവദാസന്മാരാണ്. മത്തായി 20:22 നാം കാണുന്നത്. ആദ്യത്തെ കൂട്ടരോട് യേശു പറയുന്നു, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്ന യാവനുമല്ല. നമ്മൾ ആകപ്പാടെ ചെയ്ത അതാണ് അല്ലെ? യേശുവിനെ കർത്താവ് സ്വീകരിച്ചു. യേശു പറയുന്നു, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്ന യാവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സുഖരാജ്യത്തിൽ കിടക്കുന്നത്. അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അതാണ് വലിയൊരു ജനസമൂഹം. അടുത്തത് ദേവദാസന്മാരാണ്. അവർ യേശുവിന്റെ നാമത്തിൽ ചെയ്ത വീരകൃത്യങ്ങളൊക്കെ പറഞ്ഞു, ശുശ്രൂഷകളൊക്കെ പറഞ്ഞു. ഇപ്പൊ പ്രതിഫലം കിട്ടുന്നതൊക്കെ അവർ ചിന്തിച്ചത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നാണ് അത്ര സംസാരിക്കുന്നത്. ചതിക്കപ്പെട്ടവരെ അറിഞ്ഞില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ക്രിസ്തുവാണ് യേശുവായി ജഡത്തിൽ വന്നത് എന്ന് വിശ്വസിക്കാത്തവൻ ചതിയനാണ്, വഞ്ചകനാണ്, ആന്റിക്രൈസ്റ്റ് ആണ്. അതാണ് ആന്റിക്രൈസ്റ്റിന്റെ ആത്മാവ്. ആരും നിങ്ങളെ വഞ്ചിക്കരുത്. ചതിക്കപ്പെട്ടവരെ അറിഞ്ഞില്ല. ഇത് പറഞ്ഞ ദേവാസം പറഞ്ഞു, ഞങ്ങളുടെ പ്രതിഫലം, ഞങ്ങളുടെ പ്രയത്നഫലം നിങ്ങൾ വ്യർത്ഥമാക്കരുത്. ഇതാ യേശു പറഞ്ഞു, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. സീഡ് ഓഫ് പ്രഗ്നൻസി അറിഞ്ഞിട്ടില്ല. നിങ്ങൾ രൂപം കൊണ്ടതും പ്രവർത്തിച്ചതും എന്റെ സൈഗോട്ടിലല്ല. ആദ്യത്തെ സെല്ല് അത് എന്നിൽ നിന്നല്ല. നിങ്ങൾ ഓർപ്പിച്ചേക്കണം. നിങ്ങൾ വേറെ ഏതോ ഡിനോമിനേഷൻ സ്പിരിറ്റിനാൽ, പല ടൈപ്പുകളുടെ സ്പിരിറ്റുകളുണ്ട്. അതെല്ലാം ആന്റിക്രൈസ്റ്റ് സ്പിരിറ്റുകൾ ഇട്ടു തന്നു. അവയിൽ നിങ്ങൾ വർദ്ധിച്ചു, അവയിൽ വളർന്നു. നിങ്ങൾക്ക് അവയിലായിരുന്നു എരിവ്, എന്നിൽ വർദ്ധിക്കാനല്ല എരിവ്. എന്ന് നിങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഞാൻ നിങ്ങളിൽ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്റെ പ്രിയ സഹോദരങ്ങളെ. ഇത് മനസ്സിലാക്കി ചതിക്കപ്പെടാതെ മുന്നോട്ടേക്ക് പോകാൻ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും ഗൈഡ് ചെയ്യുകയാണ്. ഈ ചിന്തകൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാം. നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങളെ നിങ്ങളുടെ വേദപുസ്തകത്തിലൂടെ അത് അങ്ങനെ തന്നെയോ എന്ന് മനസ്സിലാക്കി, വേറെ ഒന്നിനോടും കൂട്ടിയാർക്കാതെ അത് അങ്ങനെ തന്നെയോ എന്ന് മനസ്സിലാക്കി നമുക്ക് സത്യവചനത്തെ വിശ്വസിക്കാം. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ദിവസവും അങ്ങയെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ അങ്ങയുടെ നല്ലൊരു അവയവമായി നിലകൊള്ളുവാൻ അങ്ങ് ഉപയോഗിക്കുന്നതിനായി നന്ദി. ഈ വാത്സല്യ മക്കളുടെ ഈ ശബ്ദ കാഴ്ചകളിൽ ഇപ്പോഴും തുറന്ന് ശ്രമിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ചിന്തകളാൽ നടക്കണം. പിശാച് തെറ്റാക്കിയ മണ്ഡലത്തെ അങ്ങ് യഥാസ്ഥാനപ്പെടുത്തി ക്രിസ്തുവാദ മലയോളം വളരുവാൻ
മറ്റൊരു യേശുവിലല്ല, അങ്ങ് പറഞ്ഞതുപോലെ ക്രിസ്തുവെ കള്ള ക്രിസ്തുവിലല്ല, അങ്ങിൽ തന്നെ, യഥാർത്ഥ അങ്ങിൽ തന്നെ വളരുവാൻ, പെരുകുവാൻ, അങ്ങിൽ എത്തിച്ചേരുവാൻ, സ്വകീയ പിതാവിന്റെ മാറിൽ അണയുവാൻ ഈ മക്കളെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയ നല്ല പിതാവേ, ഈ ശബ്ദകാഴ്ച പരിധിയിൽ ഇപ്പോഴും തുറന്നും കേൾക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ, അവരുടെ താൽക്കാലികമായ ശരീരത്തിന്റെ മേൽ, സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ, കുടുംബാവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങ് എനിക്ക് അതിനുള്ള ആത്മീയാധികാരം നിന്നുകൊണ്ട് അങ്ങയുടെ ജീവനെ മക്കളിലേക്ക് കൽപ്പിക്കുന്നു, അങ്ങയുടെ സൗഖ്യ മക്കളിലേക്ക് കൽപ്പിക്കുന്നു, അങ്ങയുടെ സമാധാനങ്ങളുടെ ഹൃദയങ്ങൾ കൽപ്പിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളുടെ പേരും ദൈവത്തിന്റെ ഈ ജീവനും സമാധാന ഐശ്വര്യവും ഇവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അതിനായി ഇവർ അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്നവരോട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മുടെ സകല അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ വാക്കുകൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഹൃദയം കൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കൈകൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ചാട്ടെ, വേദനയുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ചാട്ടെ. ദൈവിക ആത്മീയാധികാരത്തെ കൂടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പെടാൻ സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഇപ്പോൾ വിശ്വാസത്തിൽ കരം വെച്ചിരിക്കുന്ന, തുടർന്നും കരം വെക്കാൻ പോകുന്ന മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. I release the healing anointing of God on this children. And I command all the force of infirmity, live right now in the name of Jesus. And I declare you are all healed by the power of God, by the stripes of Jesus Christ. കർത്താവേ കൊടുത്ത വിടുതലായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഈ ചാനലായി സ്തോത്രം, സജീവനായി സ്തോത്രം ചെയ്യുന്നു, പ്രിയമാർക്കായി സ്തോത്രം ചെയ്യുന്നു, ഇവരോട് കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കുന്ന ഒരു നിത്യം ഒരു അനുഗ്രഹമായി ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് അങ്ങയുടെ മാറിൽ അണയുവാൻ ഈ മക്കളെ സഹായിക്കണം. സർവ്വമഹത്വം അങ്ങേക്ക് തരികയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കർത്താവോട് ചേർന്ന് നടക്കുക. അങ്ങനെയൊക്കെ ക്രിസ്തുവിന്റെ തലയോളം വളരുവാനായിട്ട് ഇടയാകും. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുമ്പോൾ, ക്രിസ്ത്യാനികൾ ചുറ്റും നിൽക്കുമ്പോൾ നോക്കേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് ഇതാ ആ ക്രിസ്തുവിനെ നോക്കി ക്രിസ്തു അനുഗമിക്കുക, സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക. വഴി സത്യം ജീവനും ഞാനാവുന്നു, ഇതിലൂടെ അല്ലാതെ ആരും പിതാവിനെ എത്തുന്നില്ല. ക്രിസ്തുവിന്റെ വചനം ഓർക്കുക. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സഹോദരിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഈ ഇത്രത്തോളം സമയം ഈ ഗോസ്പൽ ടിവി UP എന്ന ചാനലിനോടൊപ്പം ആയിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസനും ഇത്രത്തോളം സമയം ശക്തമായ വചനം അറിയിപ്പാന്റെ ഗുണം ദൈവം സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അതിന് ദൈവദാസനോടുമുള്ള പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. തുറന്നും ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ആ ഹെഡിങ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യം ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ താങ്ക് യു വെരി മച്ച്. ദൈവം ഇനി അടുത്ത ആഴ്ച കാണാം. ഗോഡ് ബി വിത്ത് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.